റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു സ്വഹാബിയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു അൽ ഹിൽമു വൽ അനാത്ത്. ഒരു സ്വഹാബിയെ കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന ഫീക ഖസ്ലതൈൻ, നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്, രണ്ട് വിശേഷണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, ആ രണ്ട് സ്വഭാവത്തെയും അല്ലാഹുവിന് ഇഷ്ടമാണ്, അതേപോലെ റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു വൽ അനാത്ത്, ഒന്നാമത്തേത് അൽ ഹിൽമു, രണ്ടാമത്തേത് വൽ അനാത്തു. ഹിൽമ് അല്ലാഹുവിന്റെ ഒരു നാമമാണ്. 99 പേരുകളിൽ ഒരു പേരാണ് ഹിൽമ്, ഹലീം. വഅലമൂ അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയണേ അല്ലാഹു ഗഫൂറാണ്, ഹലീമാണെന്ന് നിങ്ങൾ അറിയണേ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സിഫാത്തിൽപ്പെട്ടതാണ് ഹലീം. അല്ലാഹു ഗഫൂറാണ്, പുറത്തു തരുന്നവനാണ്. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശീലമുള്ളയാൾ, സഹിക്കാൻ കഴിയ, ക്ഷമിക്കാൻ കഴിയ. സ്വബർ വേറെ, ഹിൽമ് വേറെ. ഇൽമല്ലേ, ഇൽമ് എന്ന് പറഞ്ഞാൽ വിവരം. ഇത് ഹിൽമ്, നമുക്കെല്ലാം ഇൽമല്ലേ. ഇനി ഹിൽമാണെങ്കിലും ഇൽമാണെങ്കിലും ഹിൽമാണെങ്കിലും ഒക്കെ നമുക്ക് ഇൽമ തന്നെയാണ്. ഇന്ന ഫീക ഖസ്ലതൈൻ, നിന്നിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ് ആ രണ്ട് സ്വഭാവം. അൽ ഹിൽമു വൽ അനാത്ത്, ഒന്ന് സഹനശീലമുള്ള ആളായി മാറുക, പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. രണ്ടാമത്തേത് തിങ്ക് ട്വൈസ് ബിഫോർ ലീപ് എന്ന് പറയുന്നത് പോലെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നവർ, എടുത്തു ചാടാതിരിക്കുക. അനാത്തു, സാവധാനതയുണ്ടാവുക, എല്ലാ വിഷയങ്ങളിലും സൂക്ഷിക്കാതെ ചിന്തിക്കാതെ എടുത്തു ചാടുന്നതിന് പകരം ആലോചിച്ച് തീരുമാനിക്കുക, ആലോചിച്ച് അഭിപ്രായം പറയുക. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് ആലോചിക്കുക. അതിന്റെ അനന്തര ഫലം എന്തായിരിക്കും? റിസൾട്ട് കണ്ടിട്ട് വേണം ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ. അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും റെഡിയാക്കാതെ നമ്മുടെ ലക്ഷ്യം കണ്ടിട്ട് വേണം ഓരോ കാര്യങ്ങളും തുടങ്ങാൻ. ലക്ഷ്യമില്ലാതെ എന്തു തുടങ്ങിയാലും അത് മുന്നോട്ട് പോകൂല, അതിങ്ങനെ പോകും. ഇതുപോലെ മക്കൾ വളരുന്നുണ്ട്, ചില ആളുകൾ മക്കളെ വളർത്തുന്നു, ചില ആളുകളുടെ മക്കൾ വളരുന്നു, അല്ലെ? ചോറും ഭക്ഷണവും വസ്ത്രവും നൽകിയാൽ നമ്മുടെ മക്കൾ വളരും. അങ്ങനെ വളർത്താൻ എല്ലാവർക്കും കഴിയാം. ഉമ്മമാര് ചോറ് നൽകുന്നു, ഭക്ഷണം നൽകുന്നു, പാനീയം നൽകുന്നു, വസ്ത്രം നൽകുന്നു. ഇത് വളർച്ചയാണ്, എല്ലാ വീട്ടിലുമുള്ള വളർച്ചയാണിത്. പക്ഷേ തർബിയത്ത് എന്ന് പറയുന്നത്, മക്കളെ പരിപാലിക്കുക, തർബിയത്ത് എന്ന് പറയുന്നത് ചില ആളുകൾ മാത്രം പ്രത്യേകമായി അള്ളാഹു പഠിപ്പിച്ച വഴിയിലൂടെ, ഒരു പരിശീലനത്തിലൂടെ കൊണ്ടുപോകുന്നത്. ഭക്ഷണം കൊടുത്താലും വളരും, തർബിയത്തില്ലാതെയും വളരും, തർബിയത്തിന്റെ കൂടെയും വളരും. എന്നാൽ തർബിയത്തോടുകൂടി വളരുന്ന മക്കളിൽ നമ്മൾ പ്രത്യേകത കാണാൻ കഴിയും. കന്നുകാലികൾ, അവർക്ക് പ്രത്യേകമായ തർബിയത്തില്ല, മൃഗങ്ങൾക്ക് തർബിയത്തില്ല. അവർക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നു, അവർ വളരുന്നത് പോലെ നമ്മുടെ മക്കളും വളരാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. പെരുമാറ്റ രീതി, എങ്ങനെ സ്വഭാവം, ആരോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് പെരുമാറേണ്ട രീതി, രക്ഷിതാക്കളോട്, അധ്യാപകന്മാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, ജ്യേഷ്ഠാനുജന്മാരോട്, കൂടെ പഠിക്കുന്നവരോട്, ഓരോ ആളുകളോടും എങ്ങനെ പെരുമാറണമെന്ന് ഒരു മാതാവും പിതാവും മക്കളെ പഠിപ്പിച്ചിരിക്കണം.
ഇതൊന്നും പഠിപ്പിക്കാതെ ഭക്ഷണം കൊടുത്തു വളർത്തുക എന്നത് ഒരു നാൽക്കാലികൾ വളരുന്നത് പോലെയാണ്. അവരും ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ മക്കളും ഭക്ഷണം കഴിക്കുന്നു. ശിക്ഷണത്തോടു കൂടി വളർത്താൻ നമ്മൾക്ക് കഴിയണം. അതേപോലെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ട് ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴും, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും, ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും, ഒരു വഅദ് പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിലും ആലോചിക്കാതെ ആവേശം കൊണ്ട് എടുത്തു ചാടാൻ പാടില്ല. ഇപ്പൊ ഞാൻ തുടക്കത്തില് വഅദ് കഴിഞ്ഞ ഉടനെ, പണ്ടൊക്കെ വഅദിന്റെ നമുക്കൊരു സ്റ്റാർട്ടിങ് ടൈം ഉണ്ടാവില്ലേ, അപ്പൊ വഅദ് കഴിഞ്ഞ ഉടനെ സദസ്സിൽ നിന്ന് 2-3 ആളുകളൊക്കെ വന്നിട്ട് ഉസ്താദ് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ആ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കും. പിന്നെ ഇവര് ഒരു ആവേശം, വഅദ് കേട്ട ഒരു ആവേശത്തിൽ ഡേറ്റ് ചോദിക്കാൻ. ഇവര് കമ്മിറ്റിയോട് തീരുമാനിച്ചിട്ടില്ല, നാട്ടുകാർക്ക് ആ ഡേറ്റിൽ സൗകര്യം ഉണ്ടോ നോക്കിയിട്ടില്ല, ഈ സമയത്ത് വേറെ പരിപാടി ഉണ്ടോ നോക്കിയിട്ട് ഒന്നും നോക്കിയിട്ടില്ല. 2-3 ഡേറ്റ് വാങ്ങി നമ്മളിവിടെ എഴുതി വെച്ചവർ പോകും. നാട്ടിലെത്തി കമ്മിറ്റിയോട് പറയും, ഉസ്താദിന് ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, അന്ന് ഇവിടെ വേറെ പരിപാടി അല്ലേ, അന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കട്ടെ. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോൾ അന്ന് പരിപാടി വെക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇവര് ഡേറ്റ് വെച്ചു എന്നാ ഇവര് വിളിച്ചു പറയോ അങ്ങനെ ഡേറ്റ് ഇല്ല, നമ്മളിങ്ങനെ പരിപാടി കമ്മിറ്റി തീരുമാനിച്ചപ്പോ ആ ഡേറ്റിന് നമുക്ക് സൗകര്യമില്ല എന്ന് വിളിച്ചു പറയൂല. അപ്പൊ ഒരു ആവേശത്തിൽ ഡേറ്റ് വാങ്ങിച്ചു, പിന്നെ അതെന്ത് ചെയ്തു, നൈസായിട്ട് നമ്മൾ അറിയിക്കാതെ ഒഴിവാക്കും. അങ്ങനെ തുടക്കത്തിലൊക്കെ നമ്മൾ ഡേറ്റ്, പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ആവേശ കമ്മിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ എങ്ങനെ ഡേറ്റ് വെച്ചാൽ പറയും, നിങ്ങൾ നാട്ടിൽ പോയിട്ട് ആലോചിച്ച് ഏത് നിങ്ങൾക്ക് അവൈലബിൾ ഏറ്റവും സൗകര്യമുള്ള ഡേറ്റ് നോക്കിയിട്ട് വിളിക്കാൻ പറയും. അപ്പൊ അതുപോലെ ആവേശത്തിൽ ആലോചിക്കാതെ എന്ത് വിഷയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്താലും ഒരു പക്ഷേ അത് മാറ്റേണ്ടി വരും. കാരണം എന്തേ, ചിന്തിക്കാതെ എടുത്ത തീരുമാനങ്ങളാണ്. ഒരു മനുഷ്യനിൽ 2 സ്വഭാവങ്ങൾ ഉണ്ടാവണം. ഒന്ന് അൽ ഹിൽമു, സഹനമാണ്, ക്ഷമിക്കാൻ കഴിയുക. ക്ഷമിക്കാന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമ്മൾക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലേക്ക് പോകുമ്പോ ഒരു പാത്തിയിൽ നിന്ന് രക്തം കലങ്ങിയ ഒരു വെള്ളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് വീഴാനിടയായി. മഹാനായ ഹിശാം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. കാന ലിൽ അബ്ബാസ് മീസാബുൻ അലാ ത്വരീഖി ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ ഒരു പാത്തി, അത് പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഇതേപോലെ വീടിന്റെ വെള്ളമൊക്കെ മുകളിൽ നിന്ന് വെള്ളം നമ്മൾ ഒഴിച്ചാൽ അതിങ്ങനെ ഒരു പാത്തിയിലൂടെ വന്ന് താഴെ വീഴും. അത് ആ പാത്തി, വെള്ളം വീഴുന്ന ആ പാത്തി ഉമർ തങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയിലായിരുന്നു. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലബിസ ഉമറു സിയാബഹു യൗമൽ ജുമുഅ. ഒരു വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രം ധരിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ പള്ളിക്ക് പോവാണ്. അമീറുൽ മുഅ്മിനീനാണല്ലോ, ഖുതുബ ഓതണം, ജമാഅത്തിന് നേതൃത്വം നൽകണം. നല്ല വസ്ത്രം ധരിച്ച് ആ വഴിയിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. വഖദ് കാന ദുബിഹ ലിൽ അബ്ബാസ് ഫർഖൈൻ. അന്ന് മഹാനായ അബ്ബാസ് തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള പക്ഷികളെ അറുത്തിരുന്നു. അഥവാ കോഴിയായാലും എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറവ് അവിടെ നടന്നിരുന്നു. ആ അറവ് നടന്നിരുന്നു. ഫലമ്മാ വഅഫൽ മീസാബ സബ്ബമാൻ ബിദമിൽ ഫർഖൈൻ. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പാത്തിയിലൂടെ രക്തം കലർന്ന വെള്ളം ഒഴിക്കുകയുണ്ടായി. രക്തം കലർന്ന വെള്ളം ആ പാത്തിയിലൂടെ പുറത്തേക്ക് തള്ളുകയുണ്ടായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശരീരത്തിലേക്ക് രക്തം കലർന്ന വെള്ളം ശരീരത്തിലേക്ക് മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്. ആലോചിച്ചൊക്കെ, വെള്ളിയാഴ്ച കുളിച്ച് ഫ്രഷായി ജുമയ്ക്ക് പോവാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, അപ്പോഴാണ് കാക്ക കാഷ്ടിച്ചാലും ഇവനൊന്നും ചെയ്യാൻ പറ്റൂല. കാക്ക ആരുടേതുമല്ല, കാക്കനെ ചീത്ത പറയാനൊന്നും പറ്റൂല. കാക്കനെ ചീത്ത പറഞ്ഞിട്ട് എന്താ, കാക്കയാണെങ്കിൽ മനുഷ്യന്മാരെ നോക്കിയിട്ടാ കാഷ്ടിക്കുക അല്ലെ. ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും കാര്യമായിട്ട് വന്നിട്ട് തലയിലേക്കോ വസ്ത്രത്തിലേക്കോ ഒക്കെ കാഷ്ടിക്കുക.
അപ്പൊ അതേപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ സെറ്റപ്പായി പോകുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ മുകളിൽ നിന്ന് ഒരാൾ കാർക്കിച്ച് തുപ്പുന്നത്, അല്ലെങ്കിൽ വീട് കഴുകി വൃത്തിയാക്കി ഒരു വെള്ളം പുറത്തേക്ക് കളയുന്നത്. അപ്പൊ നേരെ വന്നിട്ട് നമ്മുടെ വസ്ത്രത്തിലേക്ക് വീണു. എന്താ ചെയ്യാ? വായിൽ വരുന്ന തെറിയൊക്കെ വിളിക്കൂലേ? അല്ലേ? വായിൽ വരുന്ന തെറിയൊക്കെ വിളിക്കൂലേ? ആ തെറി വിളിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മള് വായിൽ വരുന്ന എന്തൊക്കെ തെറികളുണ്ട് അതൊക്കെ വിളിച്ചു. ആ തെറി വിളിച്ചത് കൊണ്ട് ഈ വസ്ത്രത്തിലുള്ള അഴുക്ക് പോവോ? അത് നമ്മൾ ആലോചിക്കൂല. ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ആ രക്തം കലർന്ന വെള്ളം ഉമർ തങ്ങളുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക് ഒഴുകിയെത്തി. ഫഅമറ ഉമർ ബിഖൽഇഹി, ദേഷ്യം കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാത്തി അവിടെ നിന്ന് പറിച്ചെടുത്തു. ദേഷ്യം കൊണ്ട് പറിച്ചെടുത്തു. ഉമർ കുറച്ച് ദേഷ്യക്കാരനാണ്. ദേഷ്യം കൊണ്ട് ആ പാത്തി അങ്ങോട്ട് വലിച്ചെടുത്തു. പിന്നെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആ വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ധരിച്ചു. പിന്നെ പള്ളിയിലേക്ക് വന്നിട്ട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കത്തീബിനെ പിരിച്ചുവിടേണ്ട സമയമായി. പള്ളിക്ക് വരുമ്പോ തന്നെ വസ്ത്രത്തിലേക്ക് അഴുക്കായി തിരിച്ചുപോയി കഴുകി വരുമ്പോഴേക്ക് ആളുകളൊക്കെ കാത്തു നിന്നിട്ട് എത്ര സമയമായി, അരമണിക്കൂറായി, എവിടെ ഉസ്താദ്, നിങ്ങളിങ്ങ് നേരത്തെ വരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് പിരിച്ചുകൊണ്ട് സമയമായി. ആളുകളൊക്കെ കാത്തു നിൽക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി. ഫഅതാഹുൽ അബ്ബാസ്, മഹാനായ അബ്ബാസ് എന്നവർ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു, ആ പാത്തി, നിങ്ങൾ പറിച്ചു കളഞ്ഞ പാത്തിയുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ സ്ഥാപിച്ചത്. നബി തങ്ങൾ വെച്ച പാത്തിയാ നിങ്ങൾ എടുത്തു കളഞ്ഞത്. നിങ്ങൾ പറിച്ചു കളഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ആ പാത്തി അവിടെ വെച്ചത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ഉമർ ലിൽ അബ്ബാസ്, അപ്പോൾ ഉമർ എന്നവർ അബ്ബാസ് തങ്ങളോട് പറയുകയുണ്ടായി, വ അന അഅസിമു അലൈക, ഞാൻ നിന്നോട് സത്യം ചെയ്യുകയാണ്, ഞാൻ നിന്നോട് സത്യം ചെയ്യുകയാണ്, നീ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ കുനിഞ്ഞു തരും, എന്റെ പുറത്ത് നീ കയറണം. ഉമർ തങ്ങൾ ഖലീഫയാണ്, വലിയ സാമ്രാജ്യങ്ങളെ ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ദീനിന്റെ ദഅവത്തുമായി കടന്നു വരുമ്പോ റോമിന്റെയും പെർഷ്യന്റെയും കയ്യിലായിരുന്നു അറേബ്യ അടക്കമുള്ള സകല രാജ്യങ്ങളും. പേർഷ്യയുടെയും റോമിന്റെയും ആധിപത്യമായിരുന്നു അറേബ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും. അവരിങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ ദഅവത്തുമായി കടന്നു വരുന്നത്. രാജകീയമായ പ്രൗഢിയോടെ ഭരിച്ചിരുന്ന ഒരു കാലത്ത് രാജകീയത എന്ന് പറയുന്ന മുലൂക്കിയത്ത്, ഒരു രാജാവ് എന്ന് പറയുന്ന ആ പേര് തന്നെ മാറ്റി ജനങ്ങൾക്ക് പരസ്പരം സംവദിക്കാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനും തെറ്റുകൾ കണ്ടാൽ തിരുത്താനുള്ള അവകാശങ്ങളടക്കം നൽകി അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ ഖലീഫമാരും ഭരിച്ചപ്പോഴാണ് റോമിന്റെയും പേർഷ്യന്റെയും സാമ്രാജ്യങ്ങൾ തകിടം മറിഞ്ഞ് ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20ഓളം സാമ്രാജ്യങ്ങളിലേക്ക് തന്റെ പടനായകന്മാരെ, തന്റെ സൈന്യങ്ങളെ അഥവാ തന്റെ രാജ്യത്തെ വികസിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ അമീറാണ്. ആ അമീറാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ കുനിഞ്ഞു തരാം, എന്റെ ശരീരത്തിന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ വെച്ചത് ആ പാത്തി നിങ്ങൾ അവിടെ തന്നെ വെക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാശി പിടിച്ച് സത്യം ചെയ്തപ്പോ അബ്ബാസ് തങ്ങൾ സമ്മതിക്കുകയും അങ്ങനെ ഖലീഫയായ ഉമർ തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ ചവിട്ടി കയറിയിട്ട് അതേ ഒരു സ്ഥാനം ആ പാത്തി തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തത് മഹാന്മാരായ സ്വഹാബാക്കൾ ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തുചാട്ടം ചില സമയങ്ങളിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മറ്റൊരു ഉദാഹരണം,
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായ ഒരു സംഭവം. ഹുദൈബിയ സന്ധി നമ്മൾക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ മക്ക വിജയത്തിന്റെ പ്രധാന കാരണം ഹുദൈബിയ സന്ധിയായിരുന്നു. ഒരു പക്ഷെ അത് പ്രത്യക്ഷത്തിൽ കാണുമ്പോ അതിനെ ഒരു പരാജയമായിട്ടാ തോന്നുക. അതങ്ങനെ തോന്നുക. പ്രത്യക്ഷത്തിൽ ആ സന്ധി കാണുമ്പോൾ മുസ്ലിമീങ്ങളുടെ പരാജയം എന്ന് തോന്നും. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് മക്ക ഫത്ഹ് സംഭവിക്കുന്നത് ഈ ഒരു ഹുദൈബിയ സന്ധിയുടെ പിന്നിൽ രഹസ്യമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഫത്ഹ് മക്ക എന്ന് പറയുന്ന ഒരു രക്തം പോലും ചിന്താതെ, ഒരാളെ പോലും വെട്ടാതെ, ഒരാളെ പോലും നോവിക്കാതെ തന്റെ പഴയ നാട്ടിലേക്ക് തിരിച്ചു വന്നത്, ആ ഒരു വിജയം സമ്മാനിച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഹുദൈബിയ സന്ധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം? നബിതങ്ങളുടെ ഡിപ്ലോമസി എന്ന് പറയും. ആ ഒരു രാഷ്ട്രത്തലവനും ദീർഘദൃഷ്ടിയും ഭരിക്കേണ്ട ആ ഒരു നയതന്ത്രവും അതൊക്കെ അതിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞു, നമ്മൾക്ക് ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മക്കയിലേക്ക് വരുന്നത്. നബിതങ്ങൾ മക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും മക്ക മുശ്രിക്കീങ്ങൾ തടഞ്ഞു എന്ന് മാത്രമല്ല, അവരൊരു സന്ധി, ഒരു കരാർ അവിടെ നടത്താണ്. എന്താണ് കരാറ്? മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. ഇതാരാ എഴുതുന്നത്? അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദാണ് എഴുതുന്നത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ റസൂലാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെ ഉംറ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ തടയുമോ? റസൂല് എന്നത് വെട്ടിമാറ്റി മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്നാക്കി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് എഴുതുന്നത്. എഴുതാൻ പറഞ്ഞു, റസൂൽ വെട്ടാൻ പറഞ്ഞു. വെട്ടാൻ കഴിയുന്നില്ല, അലി തങ്ങൾക്ക് വെട്ടാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു വെട്ടണം. മനസ്സോടെ അലി തങ്ങൾ റസൂലില്ല എന്നുള്ളത് വെട്ടി മുൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയപ്പോ, ഇങ്ങനൊരു റഹ്മാൻ റഹീമുമായ അള്ളയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അതും വെട്ടാൻ പറഞ്ഞു. അള്ളാഹുവിന് വിശ്വാസമുണ്ട്, റഹ്മാൻ റഹീമാണെന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ലാത്തയും ഹുസ്സയും മനാത്തയും എല്ലാമാണ്, അള്ളാഹുവും ഉണ്ട് അവരുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ എന്താണോ അവര് പറയുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് എഴുതാൻ തുടങ്ങി. അതിൽ രസകരമായ സംഭവം, അവര് നബി തങ്ങളോട് ആവശ്യപ്പെട്ടത്, ഈ മക്കയിൽ നിന്ന് മുസ്ലിമായി ആര് മദീനയിലേക്ക് വന്നാലും അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നാണ്. മക്കയിൽ നിന്ന് മുസ്ലിമായിട്ട് ആര് മദീനയിലേക്ക് വന്നാലും അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. എന്നാൽ മദീനയിൽ നിന്നൊരാൾ മക്കയിലേക്ക് കടന്നു വന്നാൽ ഞങ്ങളയാളെ തിരിച്ചു തരൂല. മക്കയിൽ നിന്നൊരാൾ ഞങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങളയാളെ തിരിച്ചു തരൂല. എന്നാൽ ഞങ്ങളിൽ നിന്ന് വന്നാലോ തിരിച്ചു തരണം. നബി തങ്ങൾ സമ്മതിച്ചു. നബി തങ്ങൾ ഒപ്പിടേണ്ട താമസമാണ്. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ചങ്ങലയൊക്കെ ഇട്ടിട്ട് കെട്ടി തന്റെ ജ്യേഷ്ഠന്മാര് കുടുംബക്കാരൊക്കെ പീഡിപ്പിച്ച് ഒരാൾ കടന്നു വരുന്നുണ്ടായി. നബിയെ എന്നെ രക്ഷപ്പെടുത്തണം. നബി തങ്ങൾ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കി. അവര് പറഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞു, ഉടമ്പടിയോടെ കഴിഞ്ഞു, രക്ഷപ്പെടുത്താൻ കഴിയില്ല. തിരിച്ചു കൊണ്ടുപോയി, മുസ്ലിമായ ഒരാളെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്രാവശ്യം ഉംറ ചെയ്യരുത്, തിരിച്ചു പോവണം. ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ തീരുമാനിച്ച് കടന്നു വന്നാൽ, അല്ലെ, എഹ്റാം കെട്ടി തിരിച്ചു വന്നാൽ ഉംറ ചെയ്യാതിരുന്ന പിന്നെ എന്താ വഴി? നമുക്ക് ഉംറക്ക് ഹജ്ജിനൊക്കെ പോയ ആളല്ലേ, കുറച്ച് കാലായി മക്കയും മദീനൊന്നും കാണാത്തത് അല്ലെ, എത്ര കാലായി ഇതൊക്കെ പൂട്ടിയിട്ട്. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഓർക്കാണ്, അൽഹിന്ദിലൊക്കെ ഉംറക്ക് പോയാല് പടച്ചോനെ ഫുള്ള് പച്ചത്തട്ടാണ് എവിടെ നോക്കിയാലും. ആയിരക്കണക്കിന് ആളുകൾ ദിവസം ഉണ്ടാവും അൽഹിന്ദിന്റെ ഒക്കെ അവിടെ. ഇത്രയൊക്കെ ഉംറ ദിവസവും പോകൂലേ ഫ്ലൈറ്റിലൂടെ? എത്ര അമീർമാർ. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെടുന്നനെ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, മാർച്ച് ആകുമ്പോ വർഷങ്ങളായി എന്ന് തന്നെ പറയാം. ഉംറയില്ല. അപ്പൊ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി ഉംറ ചെയ്തില്ലെങ്കിലോ തഹല്ലുലാവണം. എങ്ങനെ? അറുത്തിടണം, കഫാറത്തിടണം, അറുക്കണം. തഹല്ലുലാവൽ എങ്ങനെ? മുടി പഠിക്കണം. അപ്പൊ അവര് പറഞ്ഞു ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും സമ്മതിച്ചു, ഉംറ ചെയ്യുന്നില്ല.
എന്താ വരുമ്പോ പറഞ്ഞത് മദീനയിൽ നിന്ന് ഞാനൊരു സ്വപ്നം കണ്ടു, ഇപ്രാവശ്യം ഞങ്ങൾ ഉംറക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടാ വന്നു. ഇത് കേട്ടപ്പോ സ്വഹാബാക്കൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അൽ ഹിൽമു വൽ അനാത്ത്, നമ്മുടെ വിഷയം അൽ അനാത്തു, സാവധാനത്തോടുകൂടി ചിന്തിക്കുക, എടുത്തുചാടാതിരിക്കുക, സഹനശീലമുള്ളവരായി മാറുക, അതൊക്കെയാണല്ലോ. സ്വഹാബാക്കൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും സമ്മതിച്ചപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ വിഷമത്തിലായി. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ ഇത് പ്രവാചകൻ തന്നെയാണോ? ഇത് നബി തന്നെയാണോ? എപ്പോഴാണ് ഇസ്ലാം പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങിയത്? ആരും കാണാതെ രഹസ്യമായി ഇബാദത്ത് ചെയ്തിരുന്ന, ആരും കാണാതെ രഹസ്യമായി നിസ്കരിച്ചിരുന്ന, ദീനിയായ കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്ന മുസ്ലിമീങ്ങൾ പരസ്യമായി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോഴാണ്, ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോഴാണ്. ഇവർ രണ്ടുപേരും മുസ്ലിമായപ്പോഴാ പരസ്യമായിട്ട് നിസ്കരിക്കാനും ഞങ്ങൾ കുറച്ച് ആളുണ്ട് എന്ന് ഒന്ന് നെഞ്ചൊക്കെ വിരിച്ച് നടക്കാൻ തുടങ്ങിയ സഹാബാക്കൾ അവിടം വരെ പേടിച്ചിട്ട് ജീവിക്കായിരുന്നു. ആ പേടിച്ച് ജീവിക്കുന്നത് കൊണ്ടല്ലേ ഹബ്ശീനയിലേക്ക് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. റുഖയ്യയെയും കൂട്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ മരുമകൻ ഹബ്ശീനയിലേക്ക് പേടിച്ച് അഭയാർത്ഥിയായി പോയത്, റെഫ്യൂജി, അഭയാർത്ഥിയായിട്ട് പോയത്. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ പിതൃവ്യപുത്രനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. 70ഓളം ആളുകൾ വീണ്ടും ഹബ്ശീനയിലേക്ക് പോകുന്നത് ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കാത്തത് കൊണ്ടാണ്, മുസ്ലിമായതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് കൊണ്ടാണ്. നബി തങ്ങൾ എന്തേ ത്വായിഫിൽ പോയത്? മക്കാ മുശ്രിക്കീങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ, പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് നബി തങ്ങൾ ത്വായിഫിലേക്ക് പോയത്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്നും നേരിട്ടത് പ്രയാസങ്ങളാണ്, പരീക്ഷണങ്ങളാണ്. അങ്ങനെ മഹാനായ ഉമർ തങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരോടാ ചോദിക്കുന്നത്? സിദ്ദീഖ് തങ്ങളോടാണ്. ഇത് സത്യത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണോ? ബദ്രൊക്കെ കഴിഞ്ഞിട്ടായി വരുന്നത്. അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയും, എന്താ പ്രശ്നം? ആണല്ലോ, സിദ്ദീഖ് തങ്ങൾ സാവധാനതയും ഹിൽമും അനാത്തുമുള്ള ആളാണ്, ആണല്ലോ. അപ്പൊ നബി തങ്ങളല്ലേ പറഞ്ഞത്, ഈ വർഷം ഞങ്ങൾ ഉംറ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ മദീനയിൽ നിന്ന് കടന്നു വന്നത് എന്ന് മഹാനായ ഉമർ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ, ഉംറ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഉംറ ചെയ്യാതെ തിരിച്ചു പോവല്ലേ? ഈ വർഷം ഉംറ ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉംറ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബും ഞങ്ങളെല്ലാവരും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നത്. പക്ഷെ ഈ വർഷം ഉംറ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വർഷം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്കും പോകുന്നുണ്ട്. നബിയെ, നിങ്ങൾ സത്യത്തിൽ പ്രവാചകൻ തന്നെയാണോ എന്ന് അള്ളാഹിന്റെ ഹബീബിനോടും ചോദിക്കുന്നുണ്ട് ഉമർ തങ്ങൾ. എന്തേ, നിങ്ങളല്ലേ പറഞ്ഞത് ഉംറ ചെയ്യുമെന്ന്? ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഈ വർഷം തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വഹാബാക്കളെല്ലാം ആകെ ആശങ്കാകുലരായി, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. നബി തങ്ങളും വിഷമിച്ചു. നബി തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് മഹദിയായ ഉമ്മു സലമ ബീവി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, ഉംറയിൽ നിന്ന് തഹല്ലുലാവാൻ നിങ്ങൾ മുടി കളയണം. നിങ്ങൾ മുടി കളഞ്ഞോളൂ നബി, നിങ്ങൾ അവരെ നോക്കണ്ട, നിങ്ങൾ മുടി കളഞ്ഞാൽ എല്ലാവരും കളഞ്ഞോളും. അള്ളാഹുവിന്റെ ഹബീബ് ഉംറയിൽ നിന്ന് തഹല്ലുലാവാൻ വേണ്ടി തലമുണ്ടനം ചെയ്തപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾക്കെല്ലാം ബോധം വന്നു. വിഷമായി, പഠിച്ചോനെ, നബി തങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ. എല്ലാവരും വേഗം വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി വേഗം തലമുണ്ടനം ചെയ്തു, ഹബീബിനെ പിന്തുടർന്നു. പിന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അന്നത്തെ ദിവസം ഓർത്ത് എത്രയോ ഖേദിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്താപമെന്നോണം ഒരുപാട് കരയുകയും ഒരുപാട് പകരം വെക്കാൻ വേണ്ടി അമലുകൾ ചെയ്തിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് ഒരു ചെറുപ്പക്കാരനെ പുകഴ്ത്തുന്നുണ്ട്. നിന്നെ അള്ളാഹുവിന് ഇഷ്ടമാണ്, നിന്നെ റസൂലിന് ഇഷ്ടമാണ്. എന്താണ് നിന്റെ പ്രത്യേകത? എന്താ നിന്റെ പ്രത്യേകത?
നിന്നെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്ന ഫീക ഖസ്ലതൈൻ, രണ്ട് സ്വഭാവം നിന്നിലുണ്ട്. യുഹിബ്ബുഹുമല്ലാഹു വറസൂലു, ആ രണ്ട് സ്വഭാവം അല്ലാഹുവിനും ഇഷ്ടമാണ്, റസൂലിനും ഇഷ്ടമാണ്. ഒന്ന് അൽ ഹിൽമു, അത് അല്ലാഹുവിന്റെ സിഫാത്തിൽ പെട്ടതാണ് ഹിൽമു എന്ന് പറയുന്നത്. വഅലമൂ അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു സഹനശീലമുള്ള ആളാണ്. അതേപോലെ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഹിൽമ് എന്ന് പറയുന്നത്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഹിൽമ് എന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല ക്ഷമാശീലനായ സഹനശീലമുള്ള മകനെ നൽകിക്കൊണ്ട് ഞാൻ സന്തോഷിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ അങ്ങാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. പിന്നെ നബി തങ്ങളെക്കാളും വലിയ ഹിൽമിന്റെയോ ഹലീമോ ഇല്ല അള്ളാഹു അല്ലാതെ. അപ്പൊ ഈ വിശേഷണങ്ങളെല്ലാം അല്ലാഹു തആല മഹാന്മാരായ പ്രവാചകന്മാർക്ക് നൽകിയ സ്വഭാവമാണ് ഹിൽമ് എന്ന് പറയുന്നത്. സഹനശീലമുള്ളവരാവുക, എല്ലാവരെയും തിരിച്ച് ആക്രമിക്കാനും തിരിച്ച് ദേഷ്യപ്പെടാനും അടിപിടി കൂടാനും ശണ്ട കൂടാനും തർക്കിക്കാനും നിൽക്കാതെ ക്ഷമാശീലരാവാനും സഹനത്തോടെ ആളുകളോട് പെരുമാറാനും നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എങ്കിൽ അല്ലാഹുവും അവന്റെ റസൂലും നമ്മെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെ ഒരു സഹന സ്വഭാവമുള്ള ആളുകളായി നമ്മൾ മാറിയാൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. രണ്ടാമത്തേത് പറഞ്ഞത് വൽ അനാതു, അനാതു എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടൊരു കാര്യം ചെയ്യുക, സാവധാനത, ധൃതി കൂടാതിരിക്കുക. എടുത്തുചാട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അനാത്ത് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്വഭാവമാണ് അനാത്ത് എന്ന് പറയുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കുക, ധൃതി കൂട്ടാതിരിക്കുക. അൽ അജലതു മിനശ് ശൈത്വാൻ, ഈ ധൃതി കൂട്ടുന്നത് പൈശാചികമാണ്, പിശാചാണ് ധൃതി കൂട്ടുക എന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആലോചിക്കാതെ എടുത്തുചാടാനുള്ളൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് പിശാചിൽ നിന്ന് മാറി സാവധാനത്തോടെ ആലോചിച്ച് ഏത് വിഷയങ്ങളിലും ഇടപെടാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ട്. മൻ അഹബ്ബ അൻ യുഹിബ്ബഹുല്ലാഹു വ റസൂലു, അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അല്ലാഹുവും റസൂലും എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മുടെ സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ചാണ്. സ്വഭാവം നന്നാവാതെ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇബാദത്തിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ വാല് നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷെ സ്വഭാവം വളരെ മോശമാണ്, അല്ലേ? അങ്ങനല്ലേ? സ്വഭാവം നന്നാവാതെ ഒരാൾ ഇബാദത്ത് എടുത്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ദുസ്വഭാവിയായ ഒരാൾ അള്ളാഹുവിന് വേണ്ടി ജീവിതം മുഴുവനും ഇബാദത്ത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാണ്. സൽസ്വഭാവിയായ ഒരു മനുഷ്യന്റെ ഒരണുമണി തൂക്കം നന്മയ്ക്കാണ് ദുസ്വഭാവിയായ ഒരു മനുഷ്യന്റെ കാലാകാലമുള്ള ഇബാദത്തിനേക്കാളും സ്വീകാര്യത അള്ളാഹുവിന് ഇഷ്ടം. മനസ്സിലായോ? സൽസ്വഭാവിയായ ഒരാളുടെ ഒരണുമണി തൂക്കം നന്മയ്ക്കാണ് ദുസ്വഭാവിയായ ഒരു മനുഷ്യന്റെ നിരന്തരമായ ഇബാദത്തുകളെക്കാളും തൂക്കമുള്ളത്, ഘനമുള്ളത്, സ്വീകാര്യതയുള്ളത്. എന്ന് വെച്ച് ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം കുറക്കണം എന്നാണോ? ആണോ? ഇനി എല്ലാവരും നിസ്കാരവും ഖുർആനും സ്വതക്കൊക്കെ നിർത്തി എല്ലാരോടും അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണോ? ആണോ? നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ നമ്മൾ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? പാരത്രിക ലോകത്ത് സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കണം. എങ്ങനെ? ഇവിടെ ഇല്ലെങ്കില് ഇല്ലേ? നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ, നരകത്തിന്റെ ശിക്ഷ അങ്ങനെ തന്നെ ദുആ ചെയ്യണം അല്ലാഹുവിനോട്.
അങ്ങനെ തന്നെ ദുആ ചെയ്യണം. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ പടച്ചോനെ എനിക്ക് സ്വർഗം നൽകണേ. അള്ളാഹു നൽകട്ടെ. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ, പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുന്നതിന് പകരം അല്ലാഹുവേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി നീ എന്നെ അനുഗ്രഹിക്കണേ. അല്ലെ, ചോദിച്ചാല് കിട്ടിയാല് നരകമില്ലാത്ത സ്വർഗം, പോയാല് ഒരു വാക്ക്, അങ്ങനെ പറയില്ലേ, പോയാലൊരു വാക്ക്, ഒരു ദുആ, കിട്ടിയാല് നരകമില്ലാത്ത സ്വർഗം. ഒരുപക്ഷെ നമ്മളൊക്കെ വലിയ തെറ്റുകാരൊക്കെ ആയിരിക്കാം, പക്ഷെ അള്ളാഹു ഏതെങ്കിലും ഒരു സമയത്ത് ദുആ അള്ളാഹു സ്വീകരിച്ചാലോ, എല്ലാ ദിവസത്തിലും ഒരു സമയമുണ്ടെന്നാ, യുസ്തജാബു ഫീഹി ദഅവ, ആ സമയത്ത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. എല്ലാ ദിവസത്തിലും അങ്ങനെ ഒരു സമയമുണ്ടെന്നാ. ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ, അങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയത്താണ് നമ്മൾ അപ്രതീക്ഷിതമായി പടച്ചോനോട് ദുആ ചെയ്യുന്നത്. പടച്ചോനെ, അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയില്ലാത്ത സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടില്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, നരകമില്ലാത്ത സ്വർഗം നൽകണേ എന്ന് ദുആ ചെയ്യണം. അതേപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ തീരെ അമലില്ലെങ്കിലും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ദുസ്വഭാവിയായ ഒരാൾ ദിവസം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. രാവിലെ മുഴുവനും നോമ്പെടുക്കുന്നുണ്ട്, രാത്രി മുഴുവനും നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ സ്വഭാവം വളരെ മോശമാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അമലുകൾക്ക് സ്വീകാര്യത നൽകൂല. അവന്റെ അമൽ പടച്ചോന് വേണ്ട. പിന്നെന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഫിത്നയുമായി നടക്കുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്. പള്ളിയിലേക്ക് വരും, കൃത്യമായ സമയത്ത് പള്ളിയിലേക്ക് വന്ന് 5 നേരം നിസ്കരിക്കുന്ന ആളുകളുണ്ട്. എല്ലാ നാട്ടിലുണ്ടാകും അങ്ങനെ ചില വയസ്സന്മാർ. വയസ്സാകുമ്പോ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല, മക്കള് ഗൾഫിലുണ്ടാകും, അല്ലെങ്കിൽ വ്യത്യസ്തമായ ബിസിനസ് ഒക്കെ ഉണ്ടാക്കി നാട്ടിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ റിലാക്സ് ആയി നടക്കുന്ന ആളുകൾ. വേറെ പണിയൊന്നുമില്ലല്ലോ. ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ വരും, ജമാഅത്തായി നിസ്കരിക്കും, ഇമാമിന്റെ തൊട്ടു പിന്നിൽ നിന്ന് തന്നെ ജമാഅത്തായി നിസ്കരിക്കും. ഇതൊക്കെ എന്തിനെന്ന് പറയുന്നത്? ഈ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാനായി പറയുന്നത്. ആരെ ആക്ഷേപിക്കാനോ ചിത്ത പറയാനൊന്നുമല്ല. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ടുപോകരുത്. പള്ളിയിൽ നേരെ ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പീടികത്തിണ്ണയിലോ പള്ളിയുടെ വരാന്തയിലോ ഇരുന്നിട്ട് ഇങ്ങനെ ഫിത്ന പറയുന്ന ആളുകൾ. ഉസ്താദുമാരുടെ ഫിത്ന, നാട്ടുകാരുടെ ഫിത്ന, പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫിത്ന, മുതഅല്ലിമീങ്ങളുടെ ഫിത്ന, കല്യാണം മുടക്കുന്നവർ, അല്ലെ, എത്ര പേര് കല്യാണം മുടക്കുന്ന ഒരു ആവശ്യമില്ലാതെ കല്യാണം മുടക്കുന്ന ആളുകൾ. ഇങ്ങനെ നിരന്തരമായി വായ തുറന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലല്ലാതെ അവർ സംസാരിക്കാറില്ല. ഒന്നുകിൽ കുടുംബക്കാരെ, അയൽവാസികളെ, നാട്ടുകാരെ, കമ്മിറ്റിക്കാരെ, രാഷ്ട്രീയക്കാരെ, ഇങ്ങനെ വാ തുറന്നാൽ ഫിത്നയും ഫസാദുമല്ലാതെ വായയിൽ നിന്ന് വരാത്ത ചില വയസ്സന്മാരായ ആളുകൾ. പക്ഷേ അവർ നിസ്കാരക്കാരാണ്. എങ്ങനെയുള്ള നിസ്കാരക്കാർ? ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ വന്ന് ഇമാമിന്റെ തൊട്ടു പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവർ. ഉപകാരമില്ല മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ അമലുകൾ സ്വീകരിക്കില്ല. അല്ലാഹുവിന് നിങ്ങളുടെ നിസ്കാരം വേണ്ട. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അമലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകളിൽ നമ്മൾ പെട്ടുപോകരുതേ. സംസാരം കുറക്കണം. ഫിത്ന അല്ലാതെ സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ വായ അങ്ങോട്ട് പൂട്ടിക്കോളി, വായ തുറക്കേ വേണ്ട. നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നോളൂ. വീട്ടിൽ വന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോളൂ. 4 ആളുകൾ കൂടി സമുദായത്തിലും ജനങ്ങളിലും നാടിലും ഫിത്നയുണ്ടാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളും നശിച്ചു പോകും, ഒന്നുപോലും ബാക്കിയുണ്ടാവൂല. ഏതുപോലെ തേനിലേക്ക് സിർക്ക ഒഴിച്ചാൽ തേന് കേടാകുന്നത് പോലെ, നശിച്ചു പോകുന്നത് പോലെ നമ്മുടെ അമലുകളെല്ലാം നശിച്ചു പോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തേനിലേക്ക് സിർക്ക ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഉണ്ടോ? തേനിലേക്ക് സിർക്ക ഒഴിച്ചാൽ തേന് കേടാവോ?
നിങ്ങളുടെ നാട്ടിൽ തേനും സുർക്കൊന്നും ഇല്ലേ? കേടാവെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കേൾപ്പോക്കെ, എനിക്കറിയില്ല. അങ്ങനെ ചോദിച്ചാൽ ഒരാളുടെ മതി, തെളിവിനൊരാൾ മതി. കേടാവും. അപ്പൊ എങ്ങനെയാണോ നല്ലൊരു തേൻ ഫുള്ള് പറ്റിക്കലാണേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മൂന്നാറിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ടൂറ് പോകുമ്പോ വലിയ വലിയ മരങ്ങളുടെ താഴെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടാവും ശുദ്ധമായ തേൻ എന്ന് പറഞ്ഞിട്ട്. മുകളിൽ വലിയ തേനീച്ചക്കൂടൊക്കെ ഉണ്ടാവും. നമ്മള് പാവങ്ങള് ശുദ്ധമായ തേനീച്ചക്കൂടാണെങ്കിലും മുകളിലുണ്ട്, ഇവരാണെങ്കിൽ താഴെയാണ്. നല്ല വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകും പഞ്ചസാര. ആ കുപ്പിയുടെ പകുതിയും പഞ്ചസാര ആയിരിക്കും. അങ്ങനെ പറ്റിക്കുന്നൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യായിരുന്നു. അങ്ങനൊക്കെ പറ്റിച്ച് ആളുകളെ വഞ്ചിച്ച് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ സമ്പാദ്യത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഹറാമാണത്. മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് ഹറാമാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പാദ്യങ്ങളുള്ള ബർക്കത്ത് എടുത്തു കളയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും, ഇനി ഡ്രസ്സാണെങ്കിലും, പച്ചക്കറി ആണെങ്കിലും, സ്റ്റേഷനറി ആണെങ്കിലും, ഫ്രൂട്ട്സ് ആണെങ്കിലും, സ്വർണമാണെങ്കിലും, മൊബൈൽ ഫോൺ ആണെങ്കിലും, എനിത്തിങ് എന്തോ ആവട്ടെ. ആപ്പിൾ ഫോൺ തന്നെ കോപ്പി ഇറങ്ങുന്നില്ലേ? ഒറിജിനലിന് തത്തുല്യമായ കോപ്പി ഇറങ്ങുന്നില്ലേ? ആപ്പിൾ ഒറിജിനൽ ഇറങ്ങി മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഒറിജിനലിനെ വെല്ലുന്ന കോപ്പി ഇറങ്ങുന്നുണ്ട്. അത് കോപ്പിയാണെന്ന് പറഞ്ഞ് വിറ്റാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കോപ്പിയെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കരുത്. നമ്മുടെ സമ്പാദ്യത്തിലുള്ള ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് മാത്രമല്ല, അല്ലാഹു പറഞ്ഞത് കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്ന് വളർന്ന ഒരാളും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമ് തിന്ന് വളരുന്ന ഒരാളും നാളെ സ്വർഗത്തിൽ കിടക്കുകയേ ഇല്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ ഹറാമ് തിന്നാന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? അപ്പുറത്തുള്ള ആളെ ഒരു തോട്ടത്തിൽ കയറി, പാടത്ത് കയറി, തെങ്ങിൽ കയറി ഒരു ഇളനീര് പറിച്ച് നമ്മൾ കുടിച്ചു. ഹറാം അല്ലേ? അല്ലെങ്കിൽ ഒരാള് വുളൂ ചെയ്യുന്ന സമയത്ത് ഫോൺ അങ്ങോട്ട് ഇവിടെ മറന്നിരുന്നു, നമ്മളിത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇതിനൊക്കെയാണ് നമ്മൾ ഹറാമ് എന്ന രീതിയിൽ കാണാം. അടിച്ചു മാറ്റല്, മോഷ്ടിക്കലൊക്കെയാണ്. എന്നാൽ കച്ചവടത്തിൽ വരെ ഹറാമുണ്ട്. മറ്റൊരാളെ പച്ചയായി പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്. ഒറിജിനൽ സാധനം, 1 നമ്പർ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാ ആളുകൾക്ക് കച്ചവടം ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഏതൊരു വസ്തുവിന്റെയും കോപ്പി ഇറങ്ങുന്നുണ്ട്. കോപ്പി പ്രശ്നമില്ല. കോപ്പി വരെ അവരുടെ സമ്മതമില്ലാതെ ഉണ്ടാക്കാൻ പാടില്ല. കോപ്പിറൈറ്റ് ഇല്ലേ? കോപ്പിറൈറ്റ്. ഒരു സിനിമ ഇറങ്ങുന്നു, ചില ആളുകൾ തിയേറ്ററിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, പുറത്തു വെക്കുന്നു, പിടിച്ച കേസാണത്. അതേപോലെ അഡിഡാസ്, പ്യൂമ ഇതുപോലെയുള്ള കമ്പനികളുടെ ഒക്കെ കോപ്പി അവരുടെ സമ്മതമില്ലാതെ ഉണ്ടാക്കാൻ പാടില്ല. ഇല്ലീഗലാണ്, തെറ്റാണ്. ഇനി തെറ്റ് എന്നുള്ളത് പോട്ടെ, ഇതിനെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിറ്റാലോ? ഇങ്ങനെയൊക്കെ സമ്പത്തുണ്ടാക്കി, ഇങ്ങനെയൊക്കെ പൈസയുണ്ടാക്കി, വീട് വെച്ചിട്ടുണ്ട്, വാഹനം വാങ്ങിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങളിലേക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട്. സമ്പാദ്യം ഹലാലാവാൻ, സമ്പാദ്യം മുഴുവനും ഹലാലാവാൻ, ഹറാമ് കലരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് ഹറാമ് കലരാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു. നിങ്ങളിൽ ആർക്കാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടണം, എന്നെ റസൂൽ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാരാ? ആർക്കാ ഇഷ്ടമില്ലാത്തത്? അല്ലെ? അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ടാൽ ഭൂമിയിൽ അവർക്ക് അംഗീകാരം ലഭിക്കുമെന്ന് ഫയൂലഉ ലഹുൽ ഖബൂലു ഫിൽ അർളി. ഭൂമിയിൽ അംഗീകാരം, ജനങ്ങളൊക്കെ അവരെ അംഗീകരിക്കും, ജനങ്ങളൊക്കെ ബഹുമാനിക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പിന്നാലെ അധികാരവും സ്ഥാനമാനങ്ങളും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും നമ്മെ തേടി വരും. എപ്പോൾ അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ ഇഷ്ടപ്പെട്ടാൽ. മനസ്സിലായോ? പടച്ചോന് നമ്മളോട് ഇഷ്ടമുണ്ടായാൽ, ഹബീബിന് നമ്മളോട് ഇഷ്ടമുണ്ടായാൽ ഓട്ടോമാറ്റിക്കലി അധികാരവും പണവും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം നമ്മുടെ പിന്നാലെ വരും. ദുനിയാവിനെ നമ്മൾ എത്ര തൊലാഖ് ചൊല്ലി അവഗണിക്കാൻ ശ്രമിച്ചാലും
നമ്മൾ ഈ ദുനിയാവ് വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ പിന്നാലെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഫൽയസ്ദുഖിൽ ഹദീസ, സത്യം മാത്രം പറയുക. ഇതാണ് കേട്ടോ ജീവിതത്തിൽ ഏറ്റവും രക്ഷപ്പെടാനുള്ള വഴി. ഇതാണ്. അവരുടെ തഹജ്ജുദൊന്നുമില്ല. തഹജ്ജുദല്ല, പിന്നെ ഇത് ശരിയായ ശേഷമാണ് തഹജ്ജുദിനൊക്കെ പ്രസക്തി ഉള്ളത്. ഇത് ശരിയായില്ലെങ്കിൽ തഹജ്ജുദൊന്നും കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഫൽയസ്ദുഖിൽ ഹദീസ, നമ്മുടെ സംസാരം സത്യസന്ധമാവണം. കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സംസാരിക്കുന്നവർ ഒരിക്കലും അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടക്കാരല്ല. നുണ പറയാനേ പാടില്ല. അൽ മുഅ്മിനു ലാ യക്ദിബ്, ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് കളവ് പറയാൻ കഴിയില്ല. നമ്മൾക്ക് മുഅ്മിനാവോ? ഒരു സത്യവിശ്വാസിക്ക് കളവ് പറയാൻ കഴിയില്ല. ഒരു മുഅ്മിനിന് കളവ് പറയാൻ കഴിയില്ല. അൽ മുഅ്മിനു ലാ യക്ദിബ്, ഒരു വിശ്വാസി കളവ് പറയൂല. ഈ കൂട്ടത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ആർക്കാ കഴിയാ? ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ആർക്കാ കഴിയാ? ഉമ്മയോട്, ഉപ്പയോട്, ടീച്ചേഴ്സിനോട്. കയ്യെല്ലാം പൊക്കുന്നുണ്ടല്ലോ, മാഷാ അല്ലാഹ്. ഉള്ളത് തന്നെ ഇപ്പൊ, അല്ലെങ്കിൽ കടിഞ്ഞു പോക്കിയതാ? അങ്ങനെ ആർക്കും കഴിയുന്നില്ല പറയാൻ. ഞാൻ ജീവിതത്തിൽ നിന്നൊരു കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ ഏതോ ഒരു സദസ്സിൽ എപ്പോഴോ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്, കളവ് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ. അതൊക്കെ നമ്മൾ ചിലപ്പോൾ കളവ് പറയാത്ത ആളുകൾക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് തന്നെ അറിയില്ല ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ. കൈ പൊക്കണമെങ്കിൽ ഉറപ്പ് വേണ്ടേ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ആ ഉറപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ. ഇനിയെങ്കിലും സൂക്ഷിക്കുക. നമ്മുടെ തമാശകളിൽ ഇങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്ന കളവല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കളവ് കൊണ്ട് മറ്റൊരാളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ഷർറുണ്ടാവുന്നത് പ്രത്യേകിച്ച് സൂക്ഷിക്കുക. കളവ് പറയാനേ പാടില്ല. കളവ് പറയുമ്പോൾ തന്നെ ഈ തമാശക്കൊക്കെ ഫ്രണ്ട്സിനോട് ചിരിക്കാനൊക്കെ നമ്മൾ പറയും, അത് പാടില്ല എന്നാണ്. ഇൻ കേസ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ വരെ മറ്റൊരാളെ ഹാം ചെയ്യാതെ, മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ഈ നുണ കൊണ്ട്, നമ്മുടെ ഈ കളവ് കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് കളവ് പറയാനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നതല്ല. ഫൽയസ്ദുഖിൽ ഹദീസ്, നുണ പറയാതിരിക്കാൻ ശ്രമിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ നുണ പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓർമ്മയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രാത്രിയുടെ ഒരു പെട്രോളിംഗ് ഉണ്ട്, രാത്രി നൈറ്റ് പെട്രോളിംഗ്. അപ്പൊ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞതും ഞാൻ ചേർക്കൂല എന്ന് പറഞ്ഞതും, എന്ത് ചേർത്താൽ ഉമർ മദീനയിലല്ലേ, അള്ളാഹു കാണൂലേ എന്നൊക്കെ ചോദിച്ചൊരു പെണ്ണുണ്ടായിരുന്നു അല്ലെ. ഉമർ മദീനയിലെങ്കിൽ എന്താ, പഠിച്ചോൻ കാണൂലേ? ഇങ്ങനെയൊക്കെ സത്യസന്ധതയുള്ള ഒരുപാട് ഉമ്മമാരാണ് ലോകത്ത് ഇതിഹാസങ്ങളായ മക്കൾക്ക് ജന്മം നൽകിയത്. അത് ആലോചിക്കണം നമ്മൾ. ഇങ്ങനെ ഈ പെണ്ണിനെയാണ് ഉമർ തങ്ങൾ തന്റെ മകന് ഭാര്യയായിട്ട് അന്വേഷിക്കുന്നത്. നോക്കണം, രാത്രി നൈറ്റ് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു സംസാരം കേൾക്കുന്നത്. എന്താ സംസാരം? ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന കഥയാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഈ കഥ അറിയാത്ത ആരെങ്കിലും സദസ്സിലുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ പറയാണ് പാലിൽ വെള്ളം ചേർക്കണം, മകള് പറയാണ് ഞാൻ ചേർക്കൂല. എന്താ നീ ചേർക്കാത്തത്? ഉമർ പറഞ്ഞില്ലേ ചേർക്കരുത് എന്ന്. ഉമർ മദീനയിലല്ലേ, ചേർത്താൽ എന്താ? ഉമ്മ ചോദിക്കാണ്. ഒരു ഉമ്മ ഇങ്ങനെ മക്കളോട് പറയാൻ പാടുണ്ടോ? ഉമ്മയാണോ മക്കളെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്? ഉമ്മ മക്കൾക്ക് സൽസ്വഭാവവും ദീനും പെരുമാറ്റവും നൽകേണ്ട ആളുകളല്ലേ. ആ ഉമ്മയാണ് മക്കളെ മോശമാക്കുന്നത്. ഫോൺ വിളിച്ചാല് പറയാ ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറയും. ആരാ പറയുന്നത്? ഉപ്പ മക്കളോട് പറയാൻ, നുണ പഠിപ്പിക്കാൻ. ഉമ്മ പറയുന്നുണ്ട് പിരിവിനാളുകൾ വരുമ്പോൾ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞേക്ക്. പച്ചയായി മക്കളോട് കള്ളം പറയാൻ പഠിപ്പിക്കുന്ന മാതാവ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വിളിച്ചു. അന്വേഷിച്ചു ആരാണ് ആ പെണ്ണെന്ന് അന്വേഷിച്ചു. ആ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നല്ല ഉപ്പമാർ അങ്ങനെ ചെയ്യാ. നല്ല പെണ്ണ്, ദീനിയായ പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു രാജകീയമായ ഭരണം തുടങ്ങുന്നത്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഖുലഫാ ഉർ റാഷിദീങ്ങൾ. അവരൊക്കെ എന്താ ചെയ്തത്? ഖുലഫാ ഉർ റാഷിദീങ്ങൾ അവരാരും രാജാവല്ല. ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മുസ്ലിമീങ്ങളുടെ ഖലീഫയായി വരാൻ. അബൂബക്കർ തങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല. എന്നെ ഖലീഫയാക്കണമെന്ന് ആളുകൾക്കിടയിൽ നോട്ടുകെട്ടുകൾ വാരി എറിഞ്ഞ് പൈസ എറിഞ്ഞിട്ട് ഖലീഫയായതല്ല, നിർബന്ധിപ്പിച്ച് പിടിച്ച് ഖലീഫയാക്കിയതാണ്. അപ്പൊ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, എന്റെ ഭാഗത്ത് തെറ്റു വന്നാൽ നിങ്ങൾ എന്നെ തിരുത്തണം. ഖലീഫ പ്രസംഗിക്കാൻ, എന്റെ ഭാഗത്ത് പിഴവുകൾ വരുമ്പോൾ നിങ്ങൾ എന്നെ തിരുത്തണം. നിങ്ങളുടെ ഭാഗത്ത് പിഴവ് വരുമ്പോൾ ഞാൻ തിരുത്തും. എന്റെ ഭാഗത്ത് അപാകതകൾ വന്നാൽ തിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് ഒരു സ്വഹാബി എണീറ്റത്, സൽമാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. ഈ വാളുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു. ഈ വാളുകൊണ്ട് നിങ്ങളെ ശരിപ്പെടുത്തും തെറ്റ് സംഭവിച്ചാൽ. അപ്പൊ ഇങ്ങനെയായിരുന്നു ഖലീഫമാർ. അവർക്ക് ഖലീഫമാരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം, അവരെ ചോദ്യം ചെയ്യാം. 2 വർഷത്തെ ഭരണത്തിന് ശേഷം സിദ്ദീഖ് തങ്ങൾ തന്നെ വസിയ്യത്തായി ഉമറിനെ ഭരണാധികാരിയാക്കണമെന്ന് പറഞ്ഞു. ഉമർ തങ്ങളെ ഭരണാധികാരിയാക്കി. ഉമർ തങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞത്, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നാൽ നിങ്ങൾ തിരുത്തണം. ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയായ ഉമർ തങ്ങൾ കീഴടക്കാൻ പോകുമ്പോൾ കീറിപ്പറിഞ്ഞ കുപ്പായമാണ് ഉമർ തങ്ങൾ ധരിച്ചിട്ടുള്ളത്. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ പോവാണ്, പലസ്തീനിലേക്ക്. ബൈത്തുൽ മുഖദ്ദസ് വർഷങ്ങളോളം ജൂതന്മാരുടെ കയ്യിൽ. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, എന്താ ഒരു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ പോവില്ലേ, നല്ലൊരു കുപ്പായിട്ടൂടെ? വെള്ളിയാഴ്ച ജുമയിൽ ഉസ്താദ് ഖതീബ് ഉസ്താദ് ചോദിക്കാണ്, വെള്ളിയാഴ്ച ജുമയ്ക്കെങ്കിലും ഒരു നല്ല ഡ്രസ് ഇട്ടൂടെ? പള്ളിയിലേക്ക് വരുമ്പോ മറ്റുള്ള ദിവസങ്ങൾ നിങ്ങൾ കള്ളിത്തുണി ടീഷർട്ടൊക്കെ ഇട്ട് പള്ളിക്ക് പോകും. ഒരു വെള്ളിയാഴ്ച ആകുമ്പോ ഒന്ന് കുളിച്ച് ഫ്രഷായി അല്ലെ അയണൊക്കെ ചെയ്ത് ഒന്ന് കുളിച്ചിട്ട് പോയി കൂടെ പള്ളിക്ക്, അങ്ങനെ ചോദിക്കൂലേ? പെരുന്നാളിനെങ്കിലും ഒരു നല്ല ഡ്രസ് ഇട്ടൂടെ? ഒന്നുമില്ലെങ്കിലും പഠിച്ചിട്ട് ഒരു കോഴ്സ് പൂർത്തിയായി അവാർഡ് കിട്ടാൻ വേണ്ടി പോവാണ്, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്, ഇപ്പോഴെങ്കിലും നല്ലൊരു കുപ്പായിട്ടൂടെ? ഉമർ തങ്ങൾ പറഞ്ഞു, വസ്ത്രം നോക്കിയിട്ടല്ല മുസ്ലിമീങ്ങളെ അളക്കേണ്ടത്, വേഷം നോക്കിയിട്ടല്ല ഞങ്ങളെ വിലയിരുത്തേണ്ടത്. അങ്ങനെ ഒരു കാലം വന്നാൽ അത് പരാജയമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങാതെ പ്രജകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രജകൾക്ക് വേണ്ടി ജീവിച്ചു പോയ ഭരണമായിരുന്നു 10 വർഷക്കാലം ഉമർ തങ്ങളുടേത്. അത് കഴിഞ്ഞിട്ടാണ് ഉസ്മാൻ തങ്ങൾ 10-12ഓളം വർഷം. പിന്നെ വന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരുടെ കാലം കഴിയുമ്പോഴേക്കും പിന്നെ രാജവംശമാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തുടക്കം കുറിക്കുന്ന അമവി ഭരണം. ആ അമവി ഭരണത്തിൽ വരുന്ന ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. 5ാം ഖലീഫ എന്ന് അറിയപ്പെടുക. ഖലീഫയാണെങ്കിൽ അലി തങ്ങളുടെ കാലത്ത് തീർന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വരുന്നത്. നോക്കണം, അന്നുള്ള ആളുകൾ നിങ്ങൾ ഇവിടെ ഇല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ചരിത്രം പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മഹാനായ ഉമർ തങ്ങളടക്കമുള്ള ഖലീഫമാരോട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുവന്നാൽ ഞങ്ങൾ വാളുകൊണ്ട് ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞ അനുയായികൾ. എന്നാൽ ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫമാരെ പോലെ ജീവിച്ചത് കാരണത്താൽ സ്വന്തം കൊട്ടാരത്തിലെ കുടുംബക്കാർ വിഷം കൊടുത്തു കൊന്നതാണ്. ആലോചിക്കണം. ബാക്കിയുള്ള ആളുകളെല്ലാം പ്രൗഢമായ ഒരു ലക്ഷൂറിയസ് ലൈഫ്, ആഡംബര ജീവിതം നയിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പുള്ള ഭരണാധികാരികൾ ബഹുഭൂരിഭാഗം ആളുകളും ഒരു ആഡംബര ജീവിതം, ഒരു രാജാവ്, ഖലീഫ ഒന്നുമില്ല, അമീറുൽ മുഅ്മിനീനല്ല, രാജാവ്, മുലൂക്കിയത്തിലേക്ക് ഭരണം മാറി. അതിൽ നിന്നൊരു ചേഞ്ച് എന്നോണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ഭരണം തന്റെ കാലഘട്ടത്ത് ഭരിച്ചപ്പോ വിഷം കൊടുത്തു കൊന്നു. അഥവാ അന്നത്തെ അനുയായികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അനുയായികൾ ഇങ്ങനെ കാലഘട്ടം കഴിയുമ്പോൾ മാറി മാറി വരും. പക്ഷേ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മാതാവാണ്, ആ പരമ്പരയാണ്. ഈ രാത്രി പാലിൽ വെള്ളം ചേർക്കുമ്പോ ഉമ്മ വെള്ളം ചേർക്കരുത്, പടച്ചോൻ കാണുമെന്ന് പറഞ്ഞ ആ ഉമ്മ, അവിടെ നിന്നാണ്, ആ സന്താന പരമ്പരയിൽ നിന്നാണ് ഉമർ തങ്ങൾ ഉണ്ടായത്. ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയത് നല്ല ഉമ്മമാരാണ്, സത്യസന്ധരായ ഉമ്മമാർ, നിഷ്കളങ്കരായ ഉമ്മമാർ, കള്ളം പറഞ്ഞ് ശീലമില്ലാത്തവർ, നിസ്കാരം ഉപേക്ഷിച്ച് ശീലമില്ലാത്തവർ, ഫിത്നയുണ്ടാക്കി ശീലമില്ലാത്തവർ, അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന, സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, ഇടപാടിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, ഇങ്ങനെ ഹൃദയം കൊണ്ട് പടച്ചവനെ വഴിപ്പെടുന്ന ആ ഉമ്മമാരിൽ നിന്നെ നല്ല തഖ്വയുള്ള അള്ളാഹുവിനെ പേടിയുള്ള ഇതിഹാസങ്ങളായ മക്കൾ ഉണ്ടാവുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ആലോചിക്കണം.
വെറുതെ ദുആ ചെയ്തതുകൊണ്ടായില്ല. എന്താ ദുആ ചെയ്തുകൊണ്ട് കിട്ടോ? എങ്ങനെ ദുആ സ്വീകരിക്കും? എങ്ങനെ ദുആ സ്വീകരിക്കും? ദുആ സ്വീകരിക്കാനുള്ള എന്ത് മാനദണ്ഡമാണ് നമ്മുടെ കയ്യിലുള്ളത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞാലും അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അതിനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ടാവണം. ഒന്നാമത്തെ മാനദണ്ഡം ഖൽബുൻ സലീം, സംശുദ്ധ ഹൃദയം ഉണ്ടാവണം. പകയും വെറുപ്പുമില്ലാത്ത ഹൃദയം, ആളുകളോട് കുരുഷ്ടും കുറുമ്പുമില്ലാത്ത ഹൃദയം, വെറുപ്പില്ലാത്ത ഹൃദയം, ചൊടിയും പകയും വൈരാഗ്യവുമില്ലാത്ത ഹൃദയം. ഖൽബുൻ സലീം, ഹൃദയശുദ്ധിയില്ലാത്ത ആളുകളുടെ ദുആഇനും ഉത്തരം ലഭിക്കില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഖൽബ് ശുദ്ധീകരിച്ചു തരട്ടെ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഫഫല്യസ്ദുഖിൽ ഹദീസ്, സത്യം മാത്രം പറയാൻ ശ്രമിക്കണം, കളവ് പറയരുത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം പറയാൻ ശ്രമിക്കണം. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞത് വല്യു അദ്ദിൽ അമാന, വല്യു അദ്ദിൽ അമാന, വിശ്വാസവഞ്ചന നടത്തരുത്. വിശ്വസിച്ചൊരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ വാക്ക് പാലിക്കാൻ നമ്മൾക്ക് കഴിയണം. മൂന്ന് കാര്യം നേരത്തെ പറഞ്ഞ രണ്ട് സ്വഭാവം ഓർമ്മയുണ്ടോ? ആദ്യം പറഞ്ഞ രണ്ട് സ്വഭാവം ഓർമ്മയുണ്ടോ? എന്താണ്? ഒന്ന് അൽ ഹിൽമു, ഹിൽമു എന്ന് പറഞ്ഞാൽ സഹനം. സഹനം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ, സ്വബർ പോലെയുള്ള ഒരു സ്വഭാവ വിശേഷണമാണ്. എല്ലാ കാര്യങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾക്ക് കഴിയും. രണ്ടാമത്തേത് അൽ അനാതു, അനാത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം ചെയ്യാം. എടുത്തു ചാടാതിരിക്കുക, സാവധാനം, ഒരു അവധാനത, ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാം. മൂന്നാമത് ഫല്യസ്തുഖിൽ ഹദീസ്, സത്യം മാത്രം പറയാം. കുറെ അമലൊന്നും വേണ്ട നാളെ രക്ഷപ്പെടാൻ, ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ രക്ഷപ്പെടും. കുറെ അമലൊന്നും വേണ്ട രക്ഷപ്പെടാൻ, ഇത് ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ രക്ഷപ്പെടും. വല്യുഅദ്ദിൽ അമാന, വിശ്വാസ വഞ്ചന നടത്തരുത്, പറ്റിക്കരുത്. ആളുകളെ, അയൽവാസികളെ, കുടുംബങ്ങളെ, കൂട്ടുകാരെ, കൂറുകാരെ, ഒരാളെയും വഞ്ചിക്കാതെ ജീവിക്കുക. ഒരാൾ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ ഒരു പക്ഷേ അത് വാക്കാവാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രംഗം ഓർമ്മയില്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവല്ല, ആട്ടി ഓടിക്കാൻ. പിങ്ങ് നിങ്ങളുടെ നാട്ടിൽ ജീവിച്ച ഒരാളെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ. എന്തിന്? നിങ്ങളൊരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ നിങ്ങളെ കത്തിയും വടിയും വാളൊക്കെ പിടിച്ച് വീടൊക്കെ വളഞ്ഞു. നിങ്ങൾക്കാണെങ്കിൽ ഈ നാട്ടുകാര് ഏൽപ്പിച്ച കുറെ പൈസ നിങ്ങളെ കയ്യിലുണ്ട്. ഈ നാട്ടുകാർ പഴയ കാലത്ത് ഇപ്പല്ല, ചൊടി ഉണ്ടാകുമ്പോഴല്ല, ദേഷ്യം ഉണ്ടാകുമ്പോഴല്ല, കുറച്ച് മുമ്പ് നിങ്ങളെ കയ്യിൽ, നിങ്ങൾ കുറച്ച് വിശ്വസ്തനായതുകൊണ്ട് ഒരാൾ 1,00,000 തന്നിട്ട് നിങ്ങൾ അവിടെ വെച്ചോ, അതുപോലെ ഒരു 10 പവൻ തന്നിട്ട് അവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുണ്ട്. ആ ആളൊക്കെ വടിയും വാളും പിടിച്ചിട്ട് നിങ്ങളെ വീട് പണിഞ്ഞിരിക്കുകയാണ്, ഈ പൈസ തന്ന ആളൊക്കെ നിങ്ങളെ കൊല്ലാൻ. അങ്ങനെ നിങ്ങൾ അവരറിയാതെ രക്ഷപ്പെടുമ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ഇല്ലയോ? കൊടുക്കോ? നിങ്ങൾ നാദാപുരക്കാർ ഒരു പക്ഷെ നല്ല മനുഷ്യന്മാരായിരിക്കും, നിങ്ങൾ കൊടുക്കുമായിരിക്കും അല്ലെ? കൊടുക്കോ? നിങ്ങളെ അടിച്ചു ഓടിക്കണം. ആര്? സൂക്ഷിക്കാൻ വേണ്ടി ഒരൽപ്പം ഒരു 10,000 രൂപ തന്ന ഒരാൾ തന്നെ നിങ്ങൾ അടിച്ചോടിക്കാൻ. അങ്ങനെ ഒരാളുടെ ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കുവോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞു. നബിതങ്ങളെ കണ്ടാൽ കൊല്ലണം, കൊന്നാൽ 100 ഒട്ടകം സമ്മാനം. കൊന്നവർക്ക് 100 ഒട്ടകമാണ് സമ്മാനം. 100 ഒട്ടകം എന്ന് പറഞ്ഞാല് ഒരു 100 കാറിന്റെ സ്ഥാനത്തെത്തി. 100 കാർ, 10 കാർ, 2 കാറുണ്ടെങ്കിൽ നമ്മൾ വലിയ മുതലാളി എന്നാ പറയാ. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ 100 കാറിന്റെ സ്ഥാനത്തെത്തി. ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും മുന്തിയ ഒരു വാഹനമാണ്. ഇന്നത്തെ സാധാ സ്വിഫ്റ്റും ആൾട്ടൊന്നും കാണണ്ട, നല്ല മുന്തിയ വാഹനം തന്നെ ആയിട്ട് കണ്ടോ. 100 ഒട്ടകം സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ വാളും പിടിച്ച് എല്ലാരും ഇറങ്ങി. നബിതങ്ങളുടെ കയ്യിൽ ഒരുപാട് ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് മുതലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ അലി തങ്ങളോട് പറഞ്ഞു, ഞാനും സിദ്ദീഖും മദീനയിലേക്ക് പോവുക. ഇതാണ് വാക്ക് സൂക്ഷിക്കാന്ന് പറഞ്ഞത്. ഞാനും സിദ്ദീഖും മദീനയിലേക്ക് പോവാൻ. അതുകൊണ്ട് എന്നെ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ച സമ്പാദ്യങ്ങളുണ്ട്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുണ്ട്.
അതെല്ലാം കൊടുത്തു വീട്ടാതെ നീ മദീനയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് മഹാനായ അലി തങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോകുന്നത്. അതാണ് പറഞ്ഞത് വല്യു അജ്ജിൽ അമാന, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ആ സൂക്ഷിപ്പ് മുതലിനെ തിരിച്ചു കൊടുക്കട്ടെ, അമാനത്തിനെ സൂക്ഷിക്കട്ടെ, അമാനത്തിൽ വഞ്ചന നടത്തരുത്, വിശ്വാസവഞ്ചന നടത്തരുത്. ഇതൊക്കെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാനുള്ള വഴികളാണ്. പിന്നെ മൂന്നാമതായി പറഞ്ഞു വലാ യുഅ്ദി ജാറ, അയൽവാസികളെ ദ്രോഹം ചെയ്യരുത്, അയൽവാസികളോട് മോശമായി പെരുമാറരുത്, അയൽവാസികളെ ശല്യം ചെയ്യരുത്. അയൽവാസി ആരായിക്കോട്ടെ, അയൽവാസി മുസ്ലിം ആയിക്കോട്ടെ, നോൺ മുസ്ലിം ആയിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, നിങ്ങളുടെ നാട്ടുകാരായിക്കോട്ടെ, തറവാടോ പേരോ പ്രശസ്തിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കാതെ അയൽവാസികൾ ആരായാലും അവരെ ദ്രോഹിക്കാതിരിക്കലാണ് അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടാനുള്ള വഴി. അയൽവാസികളോട് മാന്യമായി പെരുമാറണം. വാക്കുകൾ കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്. ഒരു കല്യാണം കഴിഞ്ഞു വന്നാൽ, ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു വന്നാൽ, ഒരു സൽക്കാരം കഴിഞ്ഞു വന്നാൽ അപ്പുറത്തുള്ള വീട്ടുകാരും ഇപ്പുറത്തുള്ള വീട്ടുകാരും ഇരുന്ന് പരസ്പരം പച്ചമാംസം തിന്നുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. അയൽവാസികളെ ശല്യം ചെയ്യാതിരിക്കട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് സ്ഥലമുണ്ടോ? അയൽവാസിക്ക് വണ്ടി പോവാൻ സ്ഥലമില്ലേ? ഒന്ന് കൊടുത്തേക്ക്. ഒരു പക്ഷേ നാളെ സ്വർഗം ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഒന്നുമില്ല, ഞാൻ എത്രയോ സ്ഥലത്ത് അനുഭവിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോ വണ്ടി ഇങ്ങനെ മുട്ടിയില്ല, തട്ടിയില്ല എന്ന രീതിയിൽ ഇങ്ങനെ പോകണം. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നത് പോലെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. സംഘാടകർക്ക് എന്താ വണ്ടിയിൽ സ്ക്രാച്ച് ആയാലും നമ്മളല്ല പൈസ കൊടുത്ത് ശരിയാക്കണ്ടേ? എന്നാൽ എന്താ പ്രശ്നം? എന്താ, മതില് കുറച്ച് ഇങ്ങോട്ട് കെട്ടി, ഇയാള് കുറച്ച് ഇങ്ങോട്ടും കെട്ടി. ഇവരാണെങ്കിലും വല്ലാതെ കൺജസ്റ്റഡ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥ. എത്ര കാലം ഈ അയൽവാസികൾ കുടുംബക്കാരൊക്കെ വരുമ്പോ ഈ മതിലുള്ളവരെയും പ്രാഗിക്കൊണ്ടല്ലേ പോവാ? അല്ലേ? നിങ്ങൾ പറ, നിങ്ങൾ തന്നെ സ്ഥലമാണത്, ശരിയാണ്, നിങ്ങൾ തന്നെ സ്ഥലമാണ്. പക്ഷെ ഈ വഴിയിലൂടെ പോകുമ്പോ സ്വാഭാവികമായിട്ട് ഈ എന്താ ഒരു മതിലൊരു അല്പം അപ്പുറത്ത് കിട്ടിയിരുന്നെങ്കിൽ, പൈസ വാങ്ങിച്ചോ, ഇപ്പുറത്ത് കുറച്ച് ഇപ്പുറം കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മുടെ ഒരു ബൗണ്ടറി എങ്കിൽ, ഇത് നമ്മുടെ ബൗണ്ടറി ആണെങ്കിൽ ഇവിടെ വെച്ച് കല്ല് നമ്മൾ കിട്ടും. ഈ കല്ല് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വെച്ചതുകൊണ്ട് ഇത്ര ഒരു സ്പേസ് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ഒന്നും നഷ്ടപ്പെടില്ലല്ലോ. നമ്മൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒരു കല്ല് ഇങ്ങോട്ട് മാറ്റി വെച്ചത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒരു സെന്റ് പോലും പോവില്ലല്ലോ. എന്നാലും നമ്മളത് കൊടുക്കൂല. അത് കിട്ടിയത് കൊണ്ട് വലിയ കോടീശ്വരന്മാരായ അംബാനിയെ പോലെ ആവോ? അതുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റർബ്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലാണ്. നിങ്ങൾ തന്നെ സ്ഥലമാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എങ്കിലും നമ്മുടെ അയൽവാസിക്ക് ബുദ്ധിമുട്ടായി തോന്നിയാൽ സഹകരിക്കാൻ നമ്മൾ തയ്യാറാവും. അതൊക്കെ നാളെ സ്വർഗം കിട്ടും. മനസ്സിലായോ? സ്വർഗം കിട്ടും. ഇതിന്റെ പേരിലൊക്കെ അള്ളാഹു നാളെ സ്വർഗം തരും. അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇതെല്ലാം പരസ്പരം സ്നേഹം കൂടാനുള്ള വഴികളാണ്. ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമുണ്ടാവാനുള്ള അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വഴികളാണിത്. ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാരോടാണ്? നിങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനാരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ല വിശ്വാസി ആരാണ്? അപ്പൊ നമ്മളൊക്കെ മുഅ്മിനാണോ? ആണ്. മുസ്ലിമാണോ? ആണ്. അങ്ങനല്ലേ പറയാ? അല്ലെ? മുഅ്മിനല്ലേ? മുഅ്മിൻ ഈമാൻ കാര്യം 6 കാര്യം വിശ്വസിച്ച മുഅ്മിനായി. നമ്മുടെ അഭിപ്രായത്തിൽ ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിച്ചാൽ മുഅ്മിനായി. ഇസ്ലാം കാര്യം 5 നമ്മൾ അമല് ചെയ്യാനും വിശ്വസിക്കാനും തുടങ്ങിയാൽ മുസ്ലിമായി. പക്ഷേ പരിപൂർണമായ മുഅ്മിനുണ്ട്. ഈമാനിന്റെ ഒരു പരിപൂർണതയുണ്ട്. ഈമാനിനൊരു മാധുര്യം ലഭിക്കാനുണ്ട്. ഈമാനിനൊരു രുചിയുണ്ട്. ഈമാനിനൊരു ടേസ്റ്റ് കിട്ടാനുണ്ട്. ഈമാനിനൊരു ഒരു രസം കിട്ടാനുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, നിങ്ങളിൽ
ഏറ്റവും നല്ല വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തഹജ്ജുദുകാരനെ പ്രതിപാദിച്ചില്ല, ജമാഅത്തിന് പള്ളിക്ക് പോകുന്നവനെ കുറിച്ച് പറഞ്ഞില്ല, ഖുർആൻ ഓതുന്നവരെ കുറിച്ച് പറഞ്ഞില്ല, ദുഹാ നിസ്കരിക്കുന്നവനെ കുറിച്ച് പറഞ്ഞില്ല, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുന്നവനെ കുറിച്ചും പറഞ്ഞില്ല. ഈമാനിലെ പരിപൂർണത എന്നാൽ സ്വഭാവത്തിന്റെ പരിപൂർണതയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപൂർണനായ മുഅ്മിൻ. അക്മൽ, കാമിൽ, അക്മൽ, കമാൽ, ഇതൊക്കെ പരിപൂർണതാണ്. അതിൽ ഏറ്റവും ടോപ്പാണ് അക്മൽ. അഹ്സൻ, അതിലേറ്റവും ടോപ്പാണ്, സ്വഭാവത്തിൽ ഏറ്റവും നല്ലതാണ് അഹ്സൻ. ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, ഹസീന, അങ്ങനെ ഹസൻ, അഹ്സൻ. അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാർക്കാണ് ഏറ്റവും പരിപൂർണമായ ഈമാനെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വേണ്ടത്? നല്ല സ്വഭാവമുള്ള ആളുകളായി മാറുക, ഏറ്റവും നല്ല സ്വഭാവക്കാരായി മാറുക. ഇങ്ങനെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വഭാവം എന്ന് പറഞ്ഞാൽ വെറും സലാം പറയൽ, സലാം മടക്കലുമല്ല, കാണുമ്പോൾ പുഞ്ചിരിക്കൽ മാത്രമല്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ ആ സ്വഭാവം കാണണം, നമ്മുടെ കച്ചവടങ്ങളിൽ ആ സ്വഭാവം കാണണം. വേണ്ടേ? സംഘടനാ പ്രവർത്തകർ ആ പ്രവർത്തന സമയങ്ങളിൽ അവരുടെ ആ സ്വഭാവം കാണണം. രക്ഷിതാക്കളിൽ മക്കൾ കാണണം, മക്കളിൽ രക്ഷിതാക്കൾ കാണണം, എല്ലാവരും ആ സ്വഭാവം കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, യഅതി അലന്നാസി സമാൻ, ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്. യഅതി അലന്നാസി സമാൻ, ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്. ശ്രദ്ധിച്ചോട്ടോ, എന്താ ഈ കാലം? സൂക്ഷ്മമായി ശ്രദ്ധിച്ചോ. നമ്മളെ കുറിച്ച് എന്നാണോ ഈ പറയുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. യഅതി അലന്നാസി സമാൻ, ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം, അവൻ സമ്പാദിക്കുന്നത് ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹലാലായാലെന്ത്, ഹറാമായാലെന്ത്? മദ്യം കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തി സമ്പത്തുണ്ടാക്കുന്നവർ, പെണ്ണിനെ കാഴ്ചവെച്ച് സമ്പത്തുണ്ടാക്കുന്നവർ, ബ്ലാക്ക് മെയിൽ ചെയ്ത് മോഷണം നടത്തി കിഡ്നാപ്പ് ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവർ, ഹറാമായത് വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞത് കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവർ, ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് നൽകാതെ അത് നമ്മൾ സ്വന്തമായി ഉപയോഗിക്കുന്നത് ഹറാമല്ലേ? അതൊക്കെ ഹറാമല്ലേ മുഅ്മിനീങ്ങളെ? അതൊക്കെ ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പിരിവുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ നിന്ന് ക്യാഷ് പിരിച്ച് അത് അർഹമായ ആളുകൾക്ക് നൽകാതെ അഴിമതി നടത്തുന്നത്, അത് മിസ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ പച്ചയായ ഹറാമാണ്. അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹറാമായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ സുഖിച്ച് ജീവിച്ചാൽ മതി, ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മാറുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ മാറാൻ പാടുണ്ടോ? ഹറാമ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കണ്ടേ? ഇതെനിക്ക് പാടില്ല, ഇത് ഹറാമാണ്, ഇത് എന്റേതല്ല, എനിക്ക് അനുവദനീയമല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവേണ്ടേ മുഅ്മിനീങ്ങളെ? ഒരു ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ, ജോലി ചെയ്യുന്ന മാസത്തിൽ ജോലി ചെയ്തതിന്റെ ശമ്പളം വാങ്ങി അപ്പൊ കമ്മിറ്റിക്കാർ കൊണ്ടുവന്നിട്ട് 10,000 തരാണ്. അപ്പൊ ഉസ്താദ് ഇനി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ 10,000 നിങ്ങൾ എവിടുന്ന് വാങ്ങിച്ചു, എവിടുന്ന് കൊണ്ടുവന്നു ചോദിക്കേണ്ട ആവശ്യമില്ല. കമ്മിറ്റിക്കാരുടെ ബാധ്യതയാണ് 10,000, നിങ്ങൾക്കത് ഹലാലാണ്. അതല്ലാതെ വേറെ ഒരാൾ നിങ്ങൾക്ക് വല്ലതും തരുമ്പോ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇനി നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ?
ആകെ ഒരു ഹലാല് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലെ? ഹലാൽ ഭക്ഷണം അത് മാത്രം മതിയോ? എന്താ നിങ്ങള് മിണ്ടാത്ത? ഹലാല് ഭക്ഷണം മാത്രം മതിയോ? ഹോട്ടലിൽ ഹലാല് ഭക്ഷണം എന്ന ബോർഡ് കണ്ടാലേ നമ്മൾ ഹോട്ടലിൽ കയറൂ. ഹലാൽ ബോർഡ് കണ്ടാൽ അതും വിവാദാണ്. ഹലാല് ബോർഡ് വരെ വിവാദാണ്. അതൊരു ജിഹാദാണ്. എത്ര ജിഹാദ് ഇപ്പൊ കഴിഞ്ഞു പോയി. ലവ് ജിഹാദ്, ഹലാൽ ജിഹാദ്, പിന്നെന്താ ജിഹാദ്, അങ്ങനെ ഒരുപാട് ജിഹാദുകൾ ഇവിടെ കഴിഞ്ഞു പോയില്ലേ. അപ്പൊ ഹലാലായ ഭക്ഷണം എന്താണെന്നാ നമ്മൾ തീരുമാനിച്ചത്. ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഹലാൽ, ഹോട്ടലിന്റെ എവിടെയെങ്കിലും ഒരു ഹലാൽ ബോർഡ് ഇട്ട് കണ്ടാൽ ഹലാലാണ് എന്ന് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും. തൊട്ടപ്പുറത്ത് ഹലാലല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവില്ല. എന്നാൽ ഈ കഴിക്കുന്ന ഭക്ഷണം, പൊറോട്ടയും മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കൊടുക്കുന്ന ക്യാഷ് ഹറാമാണ്. മനസ്സിലായോ? ഈ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഹലാൽ ഹോട്ടലിൽ പോയിട്ട് 1000 രൂപ എണ്ണി കൊടുക്കണം. ആ കൊടുക്കുന്നത് ഹറാമാണ്. സത്യത്തിൽ നീ കഴിച്ചത് ഹറാമാണ്. നീ അപ്പുറത്ത് പോയിട്ട് കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഹറാമാണത്. എങ്ങനെ ഹറാം? ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ, ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ, വഞ്ചിച്ചുകൊണ്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ. നീ അധ്വാനിച്ച ഹലാലായ രീതിയിൽ അധ്വാനിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കുന്ന എല്ലാം ഹറാമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തിന്നുന്നത് ശരീരത്തെ ഹറാമ് തീറ്റിപ്പിക്കുന്നത് പോലെയാണ്. അങ്ങനെ അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമാണോ ഹലാലാണോ എന്ന് ആലോചിക്കാതെ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ വെറും നമ്മുടെ പെരുമാറ്റത്തിൽ മാത്രമല്ല, നമ്മുടെ സമ്പാദ്യത്തിലും അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മൾ നേടുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. ഹറാമായത് ഒരിക്കലും നമ്മുടെ സമ്പാദ്യങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ മക്കളോട് പറയണം, ഹറാമായത് സമ്പാദിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന്. മനസ്സിലായോ? സമ്പത്തുണ്ടാക്കാൻ വ്യഗ്രത കാണിക്കുന്ന നമ്മൾ നമ്മുടെ മക്കളോട് പറയണം, മോനെ, എത്ര കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും ഹറാമ് കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളായ ഉപ്പമാർക്കും ഉമ്മമാർക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പറയൂലേ മക്കളോടൊക്കെ? പറയില്ലേ? മഹാനായ മുഹൈദ്ദീൻ ശൈഖിനോട് ഉമ്മ പറഞ്ഞൊരു ഉപദേശം, കളവ് പാറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഒരൊറ്റൊരു ഉപദേശം മഹാനായ മുഹൈദ്ദീൻ ശൈഖിന്റെ ജീവിതത്തെ മാറ്റിന. അങ്ങനെ ഒരു ഉപദേശം ജീവിതത്തിൽ മക്കൾക്ക് കൊടുക്കാൻ എന്റെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കളവ് പാറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. യാത്ര പോകുന്ന സമയത്ത് മാതാവിന്റെ ഉപദേശമാണ് പൊന്നുമോനോട്, മോനെ, ജീവിതത്തിൽ ആരോടും കളവ് പറയരുത്. നമ്മളാണെങ്കിൽ യാത്ര പോകുന്ന മക്കളോട് എന്താ പറയാ? ഉച്ചയ്ക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കണം മോനെ, അല്ലെ? പട്ടിണി കിടക്കരുത് മോനെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം മോനെ, നന്നായി അധ്വാനിച്ച് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം മോനെ. അതല്ല നല്ല ഉമ്മമാര് മക്കളോട് പറയുന്നത്, നിന്റെ ലക്ഷ്യം ഏതായാലും കളവ് പറയരുത് മോനെ, കളവ് സമ്പാദിക്കരുത് മോനെ, ഹറാമ് സമ്പാദിക്കരുത് മോനെ, നിസ്കാരം നഷ്ടപ്പെടുത്തരുത് മോനെ, ആരോടും മോശമായി പെരുമാറരുത് മോനെ. ഉമ്മമാര് ചില സമയങ്ങളിൽ മക്കളോട് നൽകുന്ന ചില ഉപദേശങ്ങൾ അത് ഹാർട്ട് ടച്ചിങ് ആവുകയും അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ സൂക്ഷിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അതായിരിക്കും ഒരു പക്ഷേ ആ മക്കളിൽ ഉണ്ടാക്കുന്ന മാറ്റം. നിങ്ങൾ അങ്ങനെ ജീവിതത്തിൽ മക്കളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ? നിസ്കരിക്കാത്ത എന്താണ് നിസ്കരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിന് പകരം മിനൽ ഖൽബി ഇലൽ ഖൽബി, ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു ഉപദേശം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തട്ടുന്ന ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കൈയൊന്നും പൊക്കണ്ട, തലയും ആട്ടണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഉമ്മായും ഉപ്പയൊക്കെ ഇവിടെ ഇല്ലേ? എത്രയോ മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഇവിടെ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. സ്വന്തമായിട്ടൊന്ന്, എന്റെ മക്കള് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നവരുണ്ട്, ഡൽഹിയിൽ പോയി പഠിക്കുന്നവരുണ്ട്, ഇന്ത്യയുടെ പുറത്തു പോയി പഠിക്കുന്നവരുണ്ട്. ഇന്ന് വരെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ദീനിയായ ഒരു ഉപദേശം ഞാൻ നൽകിയിട്ടുണ്ടോ? എന്താ? നീ നിസ്കരിക്കണം മോനെ, നീ പോകുന്നത് ഡൽഹിയിലേക്കാണ്,
അവിടെ പലവിധ സംസ്കാരങ്ങളുള്ള, പല കൾച്ചറുകളുള്ള, പല മതക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥാപനമാണത്. അതുകൊണ്ട് അവിടെ പോയിട്ട് നിന്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വരരുത്. നീ 5 നേരം കൃത്യമായി നിസ്കരിക്കണം. പറഞ്ഞിട്ടുണ്ടോ? പഠിക്കാൻ പോകുന്ന, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന, കോളേജിൽ പഠിക്കാൻ പോകുന്ന, ഹയർ സ്റ്റഡീസിന് പോകുന്ന മക്കളോട് ഏതെങ്കിലും പാരന്റ്സ് എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉച്ചയ്ക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കണം. അങ്ങനെ പറയുന്നതിന് പകരം സൂക്ഷിക്കണം, റോഡ് മുറിച്ചു കിടക്കുമ്പോൾ സൂക്ഷിക്കണം. അതൊന്നും നിങ്ങൾ സൂക്ഷിക്കേണ്ട, പടച്ചോൻ സൂക്ഷിച്ചോളും. റോഡ് മുറിച്ചു കിടക്കേണ്ട കാര്യമല്ല ഉപദേശിക്കേണ്ടത്. ദീനിയായ ആ ഒരു ചൈതന്യത്തോടെ നിലനിൽക്കാൻ മക്കൾക്ക് ഹൃദയത്തിൽ നിന്നൊരു ഉപദേശം നൽകാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയാത്ത കാലത്തോളം നമ്മൾ പരാജയത്തിലാണ്. ആ ഹൃദയം തൊട്ട് ഹൃദയത്തിലേക്ക് ഒരു സന്ദേശം കൈമാറാൻ കഴിഞ്ഞ മക്കളിൽ മാറ്റം ഉണ്ടാവും. സ്കൂളിൽ പോകുമ്പോൾ മക്കൾ വിളിച്ചിട്ട് മോനോട് പറയാണ്, മോനെ അധ്യാപകരോട് മാന്യമായിട്ട് പെരുമാറണം കേട്ടോ, അവരോടൊന്നും മോശമായിട്ട് പെരുമാറരുത്. അപ്പുറത്തെ നിന്റെ തൊട്ടടുത്തുള്ള ഒരാള് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന, ടിഫിൻ പോലും കൊണ്ടുവരാത്ത ഒരാളുണ്ടെങ്കിൽ നിന്റെ ഭക്ഷണം അവർക്ക് ഷെയർ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നീ തന്നെ വയറ് നിറച്ച് തിന്നണം എന്നല്ല ഉമ്മമാരെ നമ്മൾ കൊടുക്കേണ്ട ഉപദേശം. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. പെന്നില്ലാത്തവൻ, പേനയില്ലാത്തവന് നിന്റെ കയ്യിൽ നിന്നൊരു പേന കൊടുത്തിട്ട് നീ സഹായിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നവർ കണ്ടറിയണം, അനുഭവിച്ചറിയണം. ഉമ്മമാരിൽ നിന്ന്, ഉപ്പമാരിൽ നിന്ന് നുകരാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കളൊന്നും വെറുതെ ഇങ്ങനെ നന്നാവൂല, ഓട്ടോമാറ്റിക്കായി അപ്രതീക്ഷിതമായിട്ടൊന്നും നന്നാവൂല. അതിനൊക്കെ പിന്നെ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഉമ്മിനീങ്ങളെ, അതുകൊണ്ട് മഹാനായ മുഹയ്യദ്ദീൻ ഷേഖിന്റെ ജീവിതത്തിലെ മാറ്റം ഈ ഉമ്മയുടെ ഒരൊറ്റൊരു ഉപദേശമാണ്. കളവ് പറയല്ല. കള്ളന്മാര് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? കുപ്പായത്തിന്റെ പിൻഭാഗത്ത് പിൻ ചെയ്തു വെച്ചിരുന്ന നോട്ട് കെട്ടെടുത്തിട്ട് കള്ളന്മാർ കൊടുത്തു. എല്ലാരും എന്താ ഉള്ളത്? ഒന്നുമില്ല സാർ, എല്ലാം ഉണ്ടെന്ന് പറയാം. വണ്ടി പിടിച്ചാൽ, പോലീസ് ചെക്ക് ചെയ്താൽ എല്ലാം ഉണ്ട് സാർ. എവിടെ? വീട്ടിലെന്ന് പറയാ. എവിടെ വീട്ടിൽ? ഹെൽമെറ്റ് ഉണ്ടാവൂല, ലൈസൻസ് ഉണ്ടാവൂല, സ്മോക്ക് പൊല്യൂഷൻ ഉണ്ടാവൂല, ഇൻഷുറൻസ് ഉണ്ടാവൂല, RC ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഉണ്ടെന്ന് പറയും. കളവ് പറയും. ഒരു പക്ഷെ നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ സാറ് നിന്നെ വെറുതെ വിടുമായിരുന്നു. നുണ പറഞ്ഞത് കൊണ്ട് എല്ലാറ്റിനും ഇട്ടു 2500 ഫൈന്. അപ്പൊ ഇതേപോലെ എന്റെ അടുത്തൊന്നുമില്ല, വേണമെങ്കിൽ പരിശോധിച്ചോളൂ, ചെക്ക് ചെയ്തോളൂ. അങ്ങനല്ല പറഞ്ഞത്. എന്റെ അടുത്തതാ ഉമ്മ പഠിക്കാൻ തന്ന നാണയത്തുട്ടുകൾ ഉണ്ട്. കള്ളന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തപ്പോ അത്ഭുതകരമായ മാറ്റം കള്ളനുണ്ടായി. ഉമ്മയുടെ ഹൃദയത്തിൽ നിന്ന് മുഹയ്യദ്ദീന്റെ അബ്ദുൽ ഖാദിറിന്റെ ഹൃദയത്തിലേക്ക് മാറിയ ഉപദേശം, ആ ഒരു വെളിച്ചം ഇത് വാങ്ങുന്ന കള്ളന്റെ ഹൃദയത്തിലേക്ക് എത്താൻ അയാൾ മുസ്ലിം ആവാൻ. ഇതാണ് മുഅ്മിനീങ്ങളെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതാണ് മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വഭാവ സിദ്ധി കൊണ്ട് മറ്റൊരാളിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു യാത്രക്കാരൻ, ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും ബസ്സായാലും അവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവരുത്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് നിസ്കരിക്കണം. അങ്ങനെ നിങ്ങൾ വുളു എടുക്കാൻ പോയി, ഒലുവൊക്കെ എടുത്ത് വരുമ്പോ, ഒലു ചെയ്തിട്ട് വരുമ്പോ ചെരുപ്പിലൊക്കെ വെള്ളമായി. ആ വെള്ളം ഇങ്ങോട്ട് ടപ്പ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറിപ്പിച്ച് അപ്പുറത്തെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായി. ഇപ്പുറത്തിരിക്കുന്ന ആളുടെ കൈയൊക്കെ നനഞ്ഞു. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർക്കൊക്കെ ശല്യമായി. ഈ നിസ്കാരം ഒരു പക്ഷെ ദീനിന് ദോഷമാണ് ഉണ്ടാക്കുക. ഈ നിസ്കാരം കൊണ്ട് ദീനിന് ദോഷമാണ് ഉണ്ടാക്കുക. കാരണം എന്തൊരു കൾച്ചർലെസ്, മാനേഴ്സ് ഇല്ലാത്ത ടീമാണ് ഇവർ എന്നാണ് ഇപ്പുറത്തുള്ള മറ്റുള്ള മതങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഒരു നിസ്കാരം വരെ മറ്റൊരാൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിയണം. ബാത്റൂമിൽ പോകുമ്പോൾ ഒരു മര്യാദയുണ്ട്, എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. അപ്പുറത്തുള്ള ആളുകളെ ഒരു മേഖലയിലും നമ്മൾ കാരണത്താൽ ശല്യമില്ലാതെ പെരുമാറാൻ നമ്മൾക്ക് കഴിയണം. ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചാല് നിറയെ വെള്ളം. ഇപ്പോഴത്തെ ടോയ്ലറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ ടോയ്ലറ്റ് സിസ്റ്റം എങ്ങനെയാ? ആദ്യം ഉണ്ടാവാ ടോയ്ലറ്റ് ആണ്, അല്ലെ? നമ്മുടെ ബാത്റൂമിൽ ആദ്യം ഉണ്ടാവുക ടോയ്ലറ്റ് ആണ്, പിന്നെയാണ് കുളിമുറി ഉണ്ടാവുക. എന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇന്ന് സജ്ജീകരിക്കാൻ കാരണം? നിങ്ങൾക്കറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അങ്ങനെ നിങ്ങളൊക്കെ പുതിയ വീടുകളിലൊക്കെ അങ്ങനെയല്ല. പണ്ടത്തെ വീട്ടിൽ അങ്ങനെയല്ല. ആദ്യം കുളിമുറി, പിന്നെയാണ് ടോയ്ലറ്റ്, കക്കൂസ് ഉണ്ടാവുക, അല്ലെ? അങ്ങനെയല്ലേ? ഇപ്പൊ സിസ്റ്റം അങ്ങനെയല്ല. ഡോറ് തുറന്ന ആദ്യം കാണുന്ന ക്ലോസറ്റ് ആണ്, പിന്നെയാണ് കുളിമുറി. എന്തിനാണത്? ടോയ്ലറ്റിൽ പോയാൽ ഒരു വെള്ളം പുറത്തേക്ക് തെറിക്കാൻ പാടില്ല. യൂറോപ്യൻ ആണെങ്കിലും ഇനി ഇന്ത്യൻ ആണെങ്കിലും
ക്ലോസറ്റിൽ പോയാൽ, ടോയ്ലറ്റിൽ പോയാൽ ആ വെള്ളം പുറത്തുണ്ടാവാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലായി അപ്പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കുമ്പോൾ വെള്ളം കുറച്ച് തെറിച്ചാൽ തന്നെ ക്ലോസറ്റിന്റെ ഭാഗത്ത് തെറിക്കുക. നേരെ മറിച്ച് ഡോറിന്റെ അടുത്താണ് കുളിമുറിയെങ്കിൽ നമ്മളിങ്ങനെ ഷവറിലൂടെ കുളിക്കുന്ന വെള്ളമൊക്കെ ബെഡ്റൂമിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ആയിരിക്കും ബേസ് ഉണ്ടാവുക, പല്ല് തേക്കാനുള്ള ബേസൊക്കെ ക്ലോസറ്റിന്റെ അടുത്തുണ്ടാവുക. അപ്പൊ എല്ലാറ്റിനും ഒരു മാന്യതയുണ്ട്. ആ മാന്യതയോടുകൂടി ജീവിക്കുക. വെള്ളമൊക്കെ പുറത്തു തെറിക്കാതെ കാർക്കിച്ചു തുപ്പുക. നമ്മളിങ്ങനെ വുളു ചെയ്യുമ്പോൾ, ട്രെയിനിൽ വുളു ചെയ്യണം, അപ്പുറത്തിപ്പുറത്തുള്ള ആളുകൾക്ക് വെള്ളം ഇങ്ങനെ മുഖത്തെറിക്കുമ്പോൾ തെറിപ്പിക്കുക. ഹൗദിൽ വുളു ചെയ്യുമ്പോൾ അപ്പുറത്തിപ്പുറത്തുള്ള ആളുകൾ ഡ്രസ്സിലേക്ക് തെറിക്കുക. ഈ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. സംസ്കാരവും കൾച്ചറൊക്കെ ഉള്ള ആളുകളായി നമ്മൾ മാറണം. എങ്കിലേ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാവും. അല്ലെങ്കിൽ ജനങ്ങളും വെറുക്കും, അള്ളാഹുവും വെറുക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, പരിപൂർണമായ ഈമാനുള്ളവൻ സൽ സ്വഭാവിയായ ആളാണെന്ന്. അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, കുന്തു മഅ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ നബി തങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാർ, അൻസ്വാരിയായ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. അപ്പൊ ഇവിടെയുള്ള നമ്മുടെയൊക്കെ ഈമാൻ നമ്മൾ കളക്കാൻ പറ്റും. പെണ്ണുങ്ങൾ മുതൽ ആണുങ്ങൾ വരെയുള്ള എല്ലാ ആളുകളുടെ ഈമാൻ നമ്മൾ കളക്കാൻ പറ്റും. എങ്ങനെ? ഈ കൂട്ടത്തിലെ സൽസ്വഭാവി ആരാണ്? ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? അയാളാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മുഅ്മിൻ. അതല്ലാതെ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ ഇസ്ബാദത്തും നിസ്കാരവും തസ്ബീഹും സുജൂദൊക്കെ ചെയ്ത് ജനങ്ങളെ വെറുപ്പിച്ച് ജീവിക്കുന്നവനല്ല മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും ഖുലുഖാ. ഈ കൂട്ടത്തിൽ ഒരാൾക്കും പരാതിയില്ലാത്ത ആരായിരിക്കും? ഒരു മനുഷ്യൻ, അയാളെ കുറിച്ച് ആർക്കും പരാതിയില്ല. നിങ്ങൾക്ക് അങ്ങനെ മരിക്കാൻ കഴിയുമെങ്കിൽ മരിക്കണമെന്നാണ് പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ആഗ്രഹമില്ലേ? ഇല്ലേ? ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാൻ സലാമത്തായി മരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മെക്കുറിച്ച് ആർക്കും പരാതി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടാവാതിരിക്കുക. അത് നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? പരാതിയില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയോ? ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയുള്ള കാലം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞതിനെ നോക്കിയിട്ട് എന്താ കാര്യം? ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ നമ്മെക്കുറിച്ച് മറ്റൊരാൾക്ക് പരാതിയില്ലാതെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. എവിടെന്നാ തുടങ്ങേണ്ടത്? ഫ്രം വേർ വി സ്റ്റാർട്ട്? പറയൂ. വീട്ടിൽ നിന്നാ തുടങ്ങേണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് നമ്മളെ കുറിച്ച് പരാതി ഉണ്ടാവാൻ പാടില്ല. വായ തുറന്ന 100 കൂട്ടം പരാതി പറയാത്ത ഏതെങ്കിലും പുതിയാപ്പിളമാരുടെ ഉണ്ടോ? പുതിയാപ്പിളിനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞേതെങ്കിലും ഭാര്യമാരുടെ ഉണ്ടോ? ഞാൻ ഇന്ന് വരെ എന്റെ ഭർത്താവിനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല, എനിക്കൊരു പരാതിയില്ല എന്ന അഭിപ്രായമുള്ള പെണ്ണുങ്ങളുണ്ടോ? എന്തെങ്കിലും താഴോട്ടോക്കൊന്ന് ഇങ്ങൊന്നും കല്യാണം കഴിക്കാത്ത പോലെ. നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹദിമാരായ ഭാര്യമാര് പറഞ്ഞതുപോലെ നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ കുറിച്ച് പറയോ? ഇല്ല. മാ ഗളബനി, എന്നെ എന്റെ ഹബീബ് അടിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? 9 ഭാര്യമാരുണ്ടായിരുന്നു.
നമുക്ക് ഒരു ഭാര്യനെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല, പിന്നെ രണ്ടാമതിനെ കുറിച്ച് ആലോചിക്കുന്നല്ലേ. ഒരു ഭാര്യയെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ സ്വന്തം ഭാര്യമാർക്ക് എത്രത്തോളം പരാതികളാണ് നമ്മെ കുറിച്ചുള്ളത്. അതിപ്പോ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഭാര്യമാര് പറഞ്ഞത്, ഇന്നേ വരെ ഞങ്ങളെ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ ഭാര്യമാര് പറയണം, തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അയൽപക്കങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണോ ഇടപെടുന്നത്, ആ ഇടപഴകുന്ന ആളുകളൊക്കെ നമ്മളെ കുറിച്ച് പരാതിയില്ലാത്തവരായാൽ ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയും, ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് തന്നെയാണ് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന, നിശ്ചയം ഒരു വിശ്വാസി, ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, സൽ സ്വഭാവം കൊണ്ട് അയാൾ എവിടേക്കൊക്കെ എത്തിപ്പെടുമെന്ന് ആലോചിക്കണം. അല്ലേ, കോളേജൊക്കെ തുടങ്ങിയില്ലേ, സ്കൂളും കോളേജൊക്കെ തുടങ്ങിയില്ലേ, തുടങ്ങിയോ? കോളേജിൽ പോകാത്തൊരു കാലം അല്ലെ, ഇല്ലെങ്കിൽ കൊറോണക്ക് മുമ്പ് രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങിയാല് രാത്രി 8 മണി വരെ യൂണിഫോമും ബാഗൊക്കെ പിടിക്കുന്ന കുട്ടികളെ കാണാൻ റോഡ് സൈഡിൽ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു വിഷയം, രാവിലെ റമദാനിലൊക്കെ രാവിലെ ആണല്ലോ വേദം ഉണ്ടാവുക, 10 മണിക്കാണല്ലോ. 10 മണിക്ക് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ 6 മണിക്ക് 5 മണിക്കൊക്കെ ഇറങ്ങേണ്ടി വരും ചില സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ. അപ്പൊ 6 മണിക്ക് ഇറങ്ങി അപ്പോൾ ഉണ്ടാവും യൂണിഫോം ഇട്ടിട്ട് അല്ലെങ്കിൽ ബാഗ് ഇട്ടിട്ട് കോളേജ് കുട്ടികൾ. ഇനി രാത്രി വേലൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് വരുമ്പോഴും ഉണ്ടാവും കോളേജ് കുട്ടികൾ, വൈകുന്നേരം ഉണ്ടാവും, ഉച്ചക്ക് ഉണ്ടാവും, 12 മണിക്ക് ഉണ്ടാവും. എപ്പോൾ നോക്കിയാലും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും റോഡ് സൈഡ് ഉണ്ടാവും. അവര് വരെ വീട്ടിലിരുന്നു 1 വർഷക്കാലം അല്ലെ. ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ കിട്ടി നമ്മുടെ മക്കൾക്കൊക്കെ, 6-ൽ നിന്ന് 7-ലേക്ക്, 7-ൽ നിന്ന് 8-ലേക്ക്. അല്ലാത്തൊരു കാലം. ഈ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇങ്ങനൊരു കാലം ഈ വയസ്സായ 60-ഉം 70-ഒക്കെ വയസ്സായ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രകൃതിയൊക്കെ ഒന്ന് മനോഹരായില്ലേ, ആക്സിഡന്റ് കുറഞ്ഞില്ലേ? നിങ്ങൾ കൊറോണക്ക് ഇത്ര മരിച്ചു എന്നൊക്കെ എണ്ണുന്നതിന് പകരം എത്ര ആക്സിഡന്റ് കാരണം മരണം കുറഞ്ഞ് നിങ്ങൾ ആലോചിച്ചോ? കൊറോണയുടെ കാലത്ത് എത്രയാണ് ആക്സിഡന്റ് കാരണം മരണം കുറഞ്ഞത്. ഇപ്പൊ ഡെയിലി മരിക്കുന്നു 100,000 ആളുകൾ, 100 ആളുകൾ ഡെയിലി. കേരളത്തിൽ തന്നെ 100 ആളുകൾ ആക്സിഡന്റിലൂടെ മരിക്കുന്നു ഡെയിലി. കൊറോണയ്ക്ക് 100 മരിച്ച ഏതെങ്കിലും ദിവസം ഉണ്ടോ? കേരളത്തിൽ 100 ആളുകൾ മരിച്ച ഏതെങ്കിലും ദിവസം കേരളത്തിലുണ്ടോ? ഉണ്ടോ? ഈ മാർച്ച് മുതൽ ഇതുവരെ ഇല്ല. ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, കേരളത്തിലാണ്, ടോട്ടൽ ഇല്ല. കേരളത്തിൽ 100 ആളുകൾ ദിവസവും മരിക്കുന്നു ആക്സിഡന്റിലൂടെ, അപകടങ്ങളിലൂടെ. മരണസംഖ്യ ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അതൊക്കെ മറ്റേതിന് തത്തുല്യമാണ്, ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ഒന്ന്. ഇപ്പൊ ഈ ഒരാഴ്ചനുള്ളിൽ ഒരു 2-3-4 ആളുകളെങ്കിലും കുട്ടികൾ കുളത്തിൽ വീണ് മരിച്ച വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു 6 കുട്ടികളെങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ട് കുളത്തിൽ വീണ് മരിച്ചു. കുട്ടികൾ മാത്രം, കുട്ടികൾ, വലിയ ആളല്ല, വലിയ ആള് വേറെ ഉണ്ട്. അപ്പൊ എങ്ങനെയായാലും ഇതുകൊണ്ട് വലിയ മരണ റേറ്റ് ഒന്നും കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾക്കൊരു ബോധം വന്നിരുന്നു. പക്ഷെ ആ കൊറോണ കഴിയുമ്പോഴേക്ക് അത് മറന്നങ്ങോട്ട് പോയി. ഒക്കെ മറക്കും, പെട്ടെന്ന് മറക്കും. മറക്കുന്നത് കൊണ്ടല്ലേ പെണ്ണുങ്ങൾ പിന്നും പ്രസവിക്കുന്നത്. ആ പ്രസവ വേദന ആലോചിച്ചാൽ പിന്നെ 2ാമത് പ്രസവത്തിന് പെണ്ണ് തയ്യാറാവോ? അല്ലാഹു മറപ്പിച്ചു കളയുന്നുണ്ട്. ചില മറവികൾ ഉപകാരമാണെങ്കിൽ ചില മറവികൾ ഉപദ്രവമാണ്. എല്ലാം മറക്കരുത്. ചില പാഠങ്ങൾ മറന്നു പോവരുത്. പാഠങ്ങൾ ഓർമ്മയുണ്ടാവണം. ജീവിതത്തിലെ ചില അടയാളങ്ങൾ നമ്മൾ ഓർത്തുവെക്കണം. മുഅ്മിനീങ്ങളെ, അല്ലാഹു നൽകുന്ന ചില പരീക്ഷണങ്ങൾ മറന്നു പോവരുത്, അവഗണിച്ചു കളയരുത്. അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? ലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, എന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോൾ താണുകേണ് വിനയാന്വിതരായി എന്നിലേക്ക് മടങ്ങാമായിരുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ താണുകേണ് വിനയാന്വിതരായി എന്നിലേക്ക് മടങ്ങിക്കൂടെ? അങ്ങനെ മടങ്ങിയിരുന്നുവെങ്കിൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമായിരുന്നു, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവർ അല്ലാഹുവിനെ ധിക്കരിക്കാനാണ് തുടങ്ങിയത്. അല്ലാഹുവിനെ നിഷേധിക്കാനും അല്ലാഹുവിനെ അവഗണിക്കാനുമാണ് അവർ തയ്യാറായത്. അതുകൊണ്ട് അല്ലാഹു നമ്മെ അവഗണിച്ചു കളയും. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ.
ഇന്നൽ മുഅ്മിന, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു വിശ്വാസി, ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, ഒരാളുടെ സ്വൽസ്വഭാവം കൊണ്ട് അയാൾ എത്തിപ്പെടുന്നത് ദറജതസ് സ്വാഇമിൽ ഖായിം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. എന്താണ്? രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ ഇബാദത്തിനെ കവച്ചു വെക്കാൻ ഒരു സൽസ്വഭാവിക്ക് കഴിയും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ വിഷയം മനസ്സിലായി? ഇവിടെ നേരത്തെ പറഞ്ഞു എന്താ? സൽസ്വഭാവിയായ ഒരാളാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന, രാവിലെ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാളെക്കാളും നല്ലവനെന്ന് ഞാൻ പറഞ്ഞപ്പോ തള്ളാണ് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? തള്ളാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? തള്ളല്ല കേട്ടോ, തള്ളലൊന്നുമില്ല. നമ്മൾ ഹദീസ് വെച്ചിട്ടേ പറയാറുള്ളൂ. ഇത് തള്ളല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വാഇമിൽ ഖായിം, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന, രാവിലെകളിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരാളുടെ ദറജ, ഒരാളുടെ സ്ഥാനം ഏതാണോ അവിടേക്ക് സൽസ്വഭാവി ഈ നിസ്കാരവും നോമ്പുമില്ലാതെ എത്തിപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നാക്കണം. ജനങ്ങളെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമ്മൾക്ക് കഴിയണം. ഹുസ്നുൽ ഉണ്ടാവണം. മോശമായ ചിന്തകൾ ഉണ്ടാവരുത്. അവജ്ഞയോടെ, അവഗണനയോടെ, പുച്ഛത്തോടെ ആരെയും നമ്മൾ കാണരുത്. ആരോടും നമ്മൾ പെരുമാറരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനമായ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. നബി തങ്ങൾ ചോദിച്ചു, ഉഖ്ബിറുക്കും ബിഅഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഉഖ്ബിറുക്കും അലാ ഉഖ്ബിറുക്കും ബിഅഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ, ബിഅഹബ്ബിക്കും, എനിക്ക് നിങ്ങളിൽ ആരോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ പറയട്ടെ. സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിച്ചാൽ വേഗം ബല പറയ് നബിയെ എന്ന് പറയില്ല നമ്മള്. വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ തൊട്ടടുത്തുണ്ടാവുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്, നാളെ മഹ്ശറയിൽ ആരാണ് എന്റെ തൊട്ടടുത്തുണ്ടാവുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫസഖതൽ ഖൗം, എല്ലാരും മിണ്ടാണ്ടിരുന്നു. എന്താ നബി തങ്ങൾ പറയാൻ പോകുന്നത്? ഫആദഹാ മറത്തൈൻ, വീണ്ടും ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടം പാരത്രിക ലോകത്തിന്റെ തൊട്ടടുത്തുള്ള ആൾ, അയാൾ അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അവര് മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, ഔ സലാസ, മൂന്നാമതും ചോദിച്ചപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ പറഞ്ഞു തരൂ നബിയേ. ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, അഹ്സനുക്കും ഖുലുഖാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, അയാൾ തന്നെയാണ് നാളെ പാരത്രിക ലോകത്ത് എന്നോട് തൊട്ടടുത്ത് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ ചില വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. ഒന്നാമത്തേത് അൽ ഹിൽമു, സഹനമുള്ളവരാവുക. ഒന്നാമത്തേത് അൽ ഹിൽമു, സഹനമുള്ളവരാവുക, ക്ഷമയുള്ളവരാവുക. പെട്ടെന്ന് ആളുകളോട് കോപിക്കാതിരിക്കുക. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും സഹപാഠികളാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടാതെ ക്ഷമിക്കുന്ന സഹനശീലമുള്ളവരായി മാറുക. പിന്നെയോ രണ്ടാമത്തേത് അൽ അനാതു, ഏത് വിഷയങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും 2-3 വട്ടം ആലോചിച്ച് ചെയ്യുന്നവരാവുക, ധൃതി കൂട്ടാതിരിക്കുക. അൽ അജലത്തു മിനശ്ശൈത്വാൻ, ധൃതി കൂട്ടുന്നത് പിശാചിന്റെ സ്വഭാവമാണ്. പെട്ടെന്ന് തീരുമാനിക്കുക, ആരോട് ആലോചിക്കാതെ. ഭാര്യയോട് ചോദിച്ചില്ല, പേരൻസിനോട് ചോദിച്ചില്ല, സുഹൃത്തുക്കളോട് ചോദിച്ചില്ല, ഉസ്താദുമാരോട് ചോദിച്ചില്ല, ആരോടും ചോദിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കുക. അത് വേണ്ട. കുറച്ച് സാവധാനം. അൽ അനാത്ത്, സാവധാനം ആലോചിച്ച് ഇതെങ്ങനെ ചെയ്ത് ലഭിക്കാൻ പോവുക, ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അപ്പൊ ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ ഏത് ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. കണക്കിലൊക്കെ സൊല്യൂഷൻ ചെയ്യുന്ന ആളുകളല്ലേ
അല്ലെ? ഒരു എക്സ് കണ്ടുപിടിക്കണം. എന്താണ് എക്സ്? എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് എക്സ്? എങ്ങനെ? ഇത് ചില ഫോർമുലകളുണ്ട്, ചില വഴികളുണ്ട്. ആ വഴികളിലൂടെ കൃത്യമായിട്ട് പോയാൽ മാത്രമേ എക്സ് എന്താണെന്ന് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പകുതിയിൽ വെച്ചിട്ട് വഴി മുടങ്ങും, മാർഗം കിട്ടൂല. അപ്പൊ റിസൾട്ട് എന്താണ്, എന്താവണം എന്ന് നമ്മൾക്ക് ഉദ്ദേശം ഉണ്ടാവണം. ആ റിസൾട്ടിലേക്ക് എത്താൻ എന്ത് നമ്മൾ ചെയ്യണം? ആലോചിച്ച് ചിന്തിച്ച് പിന്നെ ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ ചെയ്യലാണ് അനാത്ത് എന്ന് പറഞ്ഞാൽ. ധൃതി കൂട്ടാതിരിക്കുക. പിന്നെ പറഞ്ഞു, നുണ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, പാരന്റ്സിനോട്, ടീച്ചേഴ്സിനോട്, ആരോടായാലും കളവ് പറയരുത്. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും വിശ്വാസവഞ്ചന നടത്തരുത്. വിശ്വാസവഞ്ചന നടത്തരുത്, പറ്റിക്കരുത്, മറ്റൊരാളെ ചീറ്റ് ചെയ്യരുത്. ഒരാൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരെ നിങ്ങൾ വഞ്ചിച്ചു കളയരുത്. നിങ്ങൾ വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. പിന്നെ പറഞ്ഞു, അയൽവാസികളോട് മോശമായി പെരുമാറരുത്. അയൽപക്കങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാം. അവസാനമായി പിന്നെയോ സാമ്പത്തിക ശുദ്ധി ഉണ്ടാവുക. സാമ്പത്തിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുള്ളൂ. മുഅ്മിനീങ്ങളെ, സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കൂല. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, എപ്പോഴും ഞാനടക്കമുള്ള എല്ലാ ആളുകളും ജീവിതത്തിൽ സ്ഥിരമായിട്ട് പകർത്തേണ്ട ഒരു ദുആ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ജുവൈരി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറിയപ്പോ ജുവൈരി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. അള്ളാഹുവിനോർത്ത് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിക്റിലാണ് മുസല്ലിൽ ഇരുന്നിട്ട്. വകാന ഖദ് ദഖല അലൈഹാ ഫി സ്വബാഹ്, സുബഹിക്ക് നബി തങ്ങൾ കയറുമ്പോ ജുവൈരി റളിയല്ലാഹു അൻഹ ദിക്ർ ചൊല്ലുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയതാ, രാവിലെ തുടങ്ങിയതാ. പിന്നെ ഇങ്ങനെ രണ്ടാമത് പ്രവേശിക്കുമ്പോ രണ്ടാമതും നബി തങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് ചോദിച്ചു, മാസിൽതി അലാ ഹാലിക അല്ലതി ഫാറഖതുകി അലൈഹാ, ഞാൻ പോകുമ്പോ നീ ദിക്ർ ചൊല്ലായിരുന്നു, അതേ ദിക്ർ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, നബി അതന്നെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പോകുമ്പോ തുടങ്ങിയത് ഇപ്പോഴും ദിക്ർ ചൊല്ലാണെന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ, നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദക അർബഅ കലിമാത് ثلاث مرات, ഞാൻ പോയതിനു ശേഷം ആകെ 3 അർബഅ കലിമ, 4 പദങ്ങൾ 3 തവണ ഞാൻ ചൊല്ലി. നീ ഇപ്പൊ സുബഹിക്ക് തുടങ്ങിയതല്ലേ, സുബഹിക്ക് തുടങ്ങിയിട്ട് ളുഹാന്റെ സമയത്താകുമ്പോഴും നീ ദിക്റില്ല. ഞാൻ നിന്നിൽ നിന്ന് പോയതിനു ശേഷം 3 വട്ടം 4 പദങ്ങൾ ചൊല്ലി. അള്ളാന്റെ ഹബീബാണ് പറയുന്നത്, ലഖദ് ഖുൽതു ബഅദക അർബഅ കലിമാത്, 4 വാക്കുകൾ ഞാൻ പറഞ്ഞു എപ്പോൾ? നിന്നിൽ നിന്ന് പോയതിനു ശേഷം. 3 മറات, 3 തവണ. ലൗ സിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം, നീ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ പറഞ്ഞ എല്ലാ ദിക്റുകളും, ഞാൻ പറഞ്ഞ ഈ 3 പ്രാവശ്യം ചൊല്ലിയ ദിക്റും ഒരു തുലാസിലിട്ടാൽ എന്റെ തുലാസിൽ എന്റെ ദിക്റിനാണ് ഭാരമുണ്ടാവുക. മനസ്സിലായോ? ഒരു പണ്ടൊരു ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ 2 ആളുകൾക്ക് 2 റൂം കൊടുക്കും, ആരാണ് ആ റൂം നിറച്ചു തരാൻ? റൂം പെട്ടെന്ന് നിറക്കുന്ന ആളുകൾക്ക് സമ്മാനമുണ്ടെന്ന്. അപ്പൊ ഒരു വിവരവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾ എന്ത് ചെയ്തു? രാവിലെ കല്ലും മണ്ണും മുള്ളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ നിറച്ചു. ബുദ്ധിയുള്ള ആൾ എന്ത് ചെയ്തു? ഒരു ക്യാൻഡിൽ കൊണ്ടുവന്നു. ആ ക്യാൻഡിൽ ഒരു വെളിച്ചം കത്തിച്ചു, തീ കത്തിച്ചിട്ട് ഒരു ക്യാൻഡിൽ വെച്ചു. പ്രകാശം കൊണ്ട് റൂം നിറഞ്ഞു. അപ്പൊ ബുദ്ധിയില്ലാത്ത ആള് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ മണ്ണും കല്ലൊക്കെ പുറത്ത് നിറച്ച് ക്ഷീണിച്ചു, ടയർഡായി, ഫുള്ള് നിറഞ്ഞു, ശരി തന്നെയാണ്. പക്ഷെ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്തു? സെക്കൻഡുകൾ കൊണ്ട് ഒരു ക്യാൻഡിൽ കൊണ്ട് 1 രൂപ കൊണ്ട് നിറച്ചു, പ്രകാശം കൊണ്ട് നിറച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കാതെ പരിശുദ്ധ ഹബീബ് പഠിപ്പിക്കാത്ത കുറെ ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല. നിബിധങ്ങൾ പഠിപ്പിക്കാത്ത എന്തിനും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിന് പ്രാമുഖ്യം നൽകി. എന്തായാലും ദിക്ർ ചൊല്ലാൻ, എന്തായാലും ദുആ ചെയ്യാം. ആ ദുആ നിബിധങ്ങൾ പഠിപ്പിച്ച് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം എന്ത് ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഞങ്ങളെക്കാളും നമ്മെക്കാളും കൂടുതൽ അറിയുന്നത് നബിതങ്ങൾക്കല്ലയോ? അല്ലെ? ഇപ്പൊ എന്നെക്കാളും കൂടുതൽ നബിതങ്ങൾക്കല്ലേ അറിയാം?
അള്ളാഹുവിനോട് എങ്ങനെ ഇപ്പൊ നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കേണ്ടത് ഓരോ ശൈലിയിലല്ലേ? ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് പോലെയാണോ പാരന്റ്സിനോട് സംസാരിക്കുന്നത്? പാരന്റ്സിനോട് സംസാരിക്കുന്നത് പോലെയാണോ പോലീസുകാരോട് സംസാരിക്കുന്നത്? അവരോട് സംസാരിക്കുന്നത് പോലെയാണോ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്? അപരിചിതരോട് എല്ലാം ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഏത് സമയത്ത് ചോദിക്കണം, അത് ആർക്കറിയാം? നബിതങ്ങൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അറിയാം. അപ്പൊ എന്തിനാണ് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ? നബിതങ്ങൾക്കറിയാം എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടാൻ, എന്ത് ചോദിച്ചാലാ പഠിച്ചോൻ ഇഷ്ടപ്പെടും, ഇതൊക്കെ ആർക്കറിയാം? നബിതങ്ങൾക്കറിയാം. അപ്പൊ നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകൾക്ക് പ്രാമുഖ്യം നൽകാം, നബിതങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾക്ക് പ്രാമുഖ്യം നൽകുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ പഠിപ്പിച്ചു തരുമ്പോ അത് നബിതങ്ങൾ പഠിപ്പിച്ച അന്ന് അല്ലാത്തതൊന്നും ചെല്ലണ്ടെന്ന്, ചെല്ലിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിനാണ് പ്രാധാന്യം കൂടുതൽ. അതന്നെയാണ് അഫ്ദൽ. ദുആ ആണെങ്കിലും ഇപ്പൊ നിസ്കാരം കഴിഞ്ഞു, ളുഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ കുറേ ദ്വാരക്കാണ്, നിങ്ങൾ കുറേ ദ്വാരുന്നു, ഒരു 10 മിനിറ്റ് ദ്വാരുന്നു. അതിന് നബിതങ്ങൾ പഠിപ്പിച്ചൊരു ദ്വാവില്ല, ഖുർആൻ പഠിപ്പിച്ചൊരു ദ്വാവില്ല, പിന്നെ ദ്വാരുന്നിട്ട് എന്താ? കൂലി കിട്ടൂല, ഉത്തരം കിട്ടൂല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നബിതങ്ങൾ പഠിപ്പിച്ചൊരു ദുആവും ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ നിങ്ങൾ 10 മിനിറ്റ് ദ്വാരുന്നിട്ട് എന്താ കാര്യം? സത്യത്തിൽ നബിതങ്ങളും ഖുർആനും പഠിപ്പിച്ച ഒരു 2 മിനിറ്റുള്ള ദുആ ആയിരിക്കും അല്ലാത്ത അരമണിക്കൂർ ദുആനെക്കാളും നല്ലത്. ഷോർട്ട് ആയിരിക്കാം, പക്ഷെ ഇജാബത്തിന് കൂടുതൽ സാധ്യത. ഇതിന് എന്തുകൊണ്ട്? ചോദിക്കേണ്ട ശൈലി ആർക്കറിയാം? എന്താ ഇവിടെ ഇല്ലേ? ചോദിക്കേണ്ട ശൈലി ആർക്കറിയാം? നബിതങ്ങൾക്കറിയാം. എന്ത് ചോദിക്കണം എന്നറിയാം, എങ്ങനെ ചോദിക്കണം എന്നറിയാം, അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾക്ക്, പ്രാർത്ഥനകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗകര്യം പോലെ നിങ്ങൾക്കൊന്നും ചെയ്യാം. ഏത് ദിക്റും ചെല്ലാം, ഒരു കുഴപ്പമില്ല കേട്ടോ, ഏത് ദിക്റും ചെല്ലാം. പക്ഷേ പ്രാധാന്യം എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിനാണ്. ഹദ്ദാദ് ചെല്ലുന്നുണ്ട് പള്ളിയിൽ, സുന്നത്ത് നിസ്കരിക്കാതെ ഹദ്ദാദ് ചെല്ലലാണോ നല്ലത്? അല്ല, സുന്നത്ത് നിസ്കരിച്ചിട്ട് ഹദ്ദാദ് ചെല്ലലാണോ നല്ലത്? എന്താ? സുന്നത്ത് നിസ്കരിക്കാതെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് ഹദ്ദാദിന് ഇരിക്കുക. അല്ലാതെ ചില ആളുകളുണ്ട്, ഹദ്ദാദിനുണ്ടല്ലോ പഠിച്ച, സുന്നത്തിനേക്കാളും പ്രാധാന്യമൊന്നും ഹദ്ദാദിനില്ല കേട്ടോ. സുന്നത്ത് നിസ്കാരത്തെക്കാളും പ്രാധാന്യമൊന്നും നബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ തന്നെയാണ് ഹദ്ദാദ്. പക്ഷെ അതിനു മുമ്പ് ഒരു സുന്നത്തുണ്ട്, ഇശാ. ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് ഹദ്ദാദിന് ഇരിക്കുക. നബിതങ്ങൾ പഠിപ്പിച്ച ശേഷമുള്ള സുന്നത്തുമില്ല, മുമ്പുള്ള സുന്നത്തുമില്ല, ഹദ്ദാദിന് പോയിട്ട് കാര്യമായിട്ടിരിക്കും ചെയ്യും. നബിതങ്ങൾ പഠിപ്പിച്ചതിന് ഒഴിവാക്കി മറ്റതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹദ്ദാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ ക്രോഡീകരിച്ച് ഒന്നിച്ചു ചെല്ലുന്നു എന്നുള്ളത് ശരിയാണ്, അതിന് പ്രതിഫലമുണ്ട്, അത് ഒരു നല്ല നല്ല ദിക്റുകളാണ്. പക്ഷേ സുന്നത്ത് ഒഴിവാക്കിയിട്ട് അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഹദ്ദാദിന് ഒന്നിരിക്കണം, അതാണ് അതിന്റെ ശരി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം 4 കലിമത്ത് ചൊല്ലുകയുണ്ടായി. എന്താണ് ആ 4 കലിമത്ത്? 1, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്നുറക്കെ ചൊല്ലെല്ലാരും, സുബ്ഹാനല്ലാഹി, ഉറക്കെ ചൊല്ലിക്കോളിട്ടാ, വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഒന്നും കൂടി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ജുവൈരിയ, നീ പറഞ്ഞ ദിക്റുകളെക്കാളും എത്രയോ മഹത്വമുള്ള ദിക്റ് ഒരൽപ്പ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞു. രാവിലെ മുതൽ ഇതുവരെ നീ ചൊല്ലിയ ദിക്റിനേക്കാളും പ്രാധാന്യം ഇതിനുണ്ട്. 2 മണിക്കൂർ ജോലി ചെയ്താൽ ഒരാൾ 10,000 ശമ്പളം തരാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ 10,000 തരാം. ഏതിനാ പ്രാമുഖ്യം കൊടുക്കുക? 2 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനല്ലേ? ഇതേപോലെ കുറെ നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊല്ലിയിട്ടും ഒരു ദിക്ർ കൊണ്ട്, 2 ദിക്ർ കൊണ്ട്, 3 ദിക്ർ കൊണ്ട് അതിനെ മാറ്റി നിർത്താൻ, അതിനെ കവച്ചു വെക്കാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അതുകൊണ്ട് സുബ്ഹിക്ക് ശേഷം, മഗ്രിബിന്റെ ശേഷം എല്ലാ ദിവസവും ഒരു 3 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി
വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി, മറ്റുള്ള എല്ലാ ദിക്റുകളെക്കാളും ഭാരമുള്ള ദിക്റാണ് എന്ന് തന്റെ സ്വന്തം ഭാര്യയായ ജുവൈരി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾക്കും തൗഫീഖ് ചെയ്യട്ടെ. ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ ഒരു ശൈലിയിൽ, ആ ഒരു സ്വഭാവത്തോടു കൂടി അവരുടെ ഇഷ്ടക്കാരായി ജനങ്ങൾക്കൊക്കെ നല്ല സന്ദേശം കൈമാറുന്ന മുത്തഖീങ്ങളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.